അഹം ബ്രഹ്മം. പക്ഷെ ചുമ്മാ അഹം ബ്രഹ്മം തത്വമസി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതൊക്കെ പറയാം നമുക്കൊരു അലങ്കാരത്തിന്. ഞാൻ ഭഗവാനാണ് കേട്ടോ, ഞാൻ ഭഗവാനാണ്, പക്ഷെ നീ ഭഗവാനാണെന്ന് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അപ്പം തന്നെ തോറ്റു. ഞാൻ ഭഗവാനാണെങ്കിൽ നീയും ഭഗവാനാണ്. തൽ ത്വം അസി, അത് നീ തന്നെ. 64 കലകളിലും അതിനിമുടനാണ് രാവണൻ. രാവണൻ ഡമരു വായിച്ചാൽ ശിവനല്ല മറ്റാരും നൃത്തം ചെയ്തു പോയി അതുപോലെയാകും. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ മേളിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇനി പറ്റില്ല എന്ന് തോന്നിയ ഒരു നിമിഷമാണ് പാർവതി ഒറ്റ ഒന്ത് കൊടുത്തു എന്നാണ് കഥ. ഒരു കഥ, 1000 കഥകൾക്കകത്ത് ഒരു കഥ. അങ്ങനെ ഒന്ത് കൊടുത്തപ്പോൾ ഒരഞ്ഞിങ്ങി താഴോട്ടങ്ങ് വീണു. ആ ഉരഞ്ഞ് വീഴുന്ന ആ ദൃശ്യം നമ്മൾ കൈലാസത്തിൻ്റെ ചിത്രങ്ങൾ, ഏറ്റവും പ്രചുരത്തിലുള്ള കൈലാസത്തിൻ്റെ ദക്ഷിണമുഖത്തിൻ്റെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മൾക്ക് അറിയുന്ന ദേവസ്വം ബോർഡ് തലയോലപ്പറമ്പ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായ ഇന്ദുലേഖ നായർ, എല്ലാ ചാനലുകൾ നിങ്ങൾക്ക് അറിയാം, യൂട്യൂബ് കാണുന്നവർക്കൊക്കെ അറിയാം ഇന്ദുലേഖയുടെ സുന്ദരമായ മുഖവും സുന്ദരമായ ശക്തമായ ഭാഷയിലുള്ള പ്രഭാഷണങ്ങളും കാണാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ ഒരു ആരാധികയാണെന്ന് തുടക്കത്തിലേ പറഞ്ഞു. ആ ഇന്ദുലേഖ വെറും അധ്യാപികയല്ല, അധ്യാപിക എന്നതിനപ്പുറം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു, സോഷ്യൽ കൗൺസിലറാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, കോളേജിലെ NSSൻ്റെയും NCCയുടെയും ഒക്കെ പ്രോഗ്രാം ഓഫീസറാണ്. ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയ ആളാണ്. കുട്ടികളുടെയൊക്കെ ഒരു മാതൃക അധ്യാപികയാണ്. അതിലുപരി NSSൻ്റെയും NCCയുടെയും ഭാഗമായിട്ട് ധാരാളം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. നല്ലൊരു രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും ഒക്കെ കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുന്ന നല്ല ഒരു മാനവിക ബോധമുള്ളയാളാണ്. അതിലൊക്കെ അപ്പുറം 3 പെൺകുട്ടികളുടെ അമ്മയാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അനഖേന്ദു, അനാമിക, അനന്യ എന്ന 3 പെൺകുട്ടികളുടെ അവരവരുടെ വഴികളിൽ സ്വയം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ പ്രാപ്തരാക്കിയ 3 പെൺകുട്ടികളുടെ അമ്മയാണ് പ്രൊഫസർ ഇന്ദുലേഖ നായർ. ആ ഇന്ദുലേഖ നമ്മൾക്കറിയാവുന്നതുപോലെ വളരെയധികം സനാതനധർമ്മത്തെക്കുറിച്ചും ഇതിഹാസങ്ങളെയും വേദങ്ങളെയും പുരാണങ്ങളെയും കുറിച്ചും ഒക്കെ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും ആ സുന്ദരമായ മധുരോദാരമായ ഗംഭീരമായ പ്രൗഢമായ ആ ഭാഷയ്ക്ക്, ആ പ്രഭാഷണം നമുക്ക് കാതോർക്കാം. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രഭാഷണം അതിഗംഭീരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഉച്ചഭാഷണം എവിടെയെല്ലാം എത്തുന്നു അവിടെയൊക്കെ ഇന്ദുലേഖയുടെ പ്രഭാഷണം കേൾക്കാൻ കാതോർക്കുക എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഇന്ദുലേഖ ക്ഷണിക്കുന്നു. സ്വാഗതം. മൈ ശ്രീ ഗുരവേ നമഃ. രാമായണം എന്ന് രചിച്ചു എന്ന് നിശ്ചയമില്ല. എത്ര തരം രാമായണങ്ങളുണ്ട് എന്ന് തീരുമാനമായിട്ടില്ല. ഞാനും നിങ്ങളും ഓരോ നിമിഷം രാമായണം പാരായണം ചെയ്യുകയും അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുകയും ചെയ്യുമ്പോൾ അവതരിക്കുന്നത് പോലെ പുത്തൻ രാമായണങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എണ്ണത്തിലും വണ്ണത്തിലും പെരുക്കത്തിലും എത്ര വരെ ഇത് പോകും എന്നതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. ത്രേതായുഗത്തിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞുപോയ കേവലനായ ഒരു മനുഷ്യൻ ധർമ്മത്തിൻ്റെ പ്രതീകമായി നിൽക്കുകയും ആ മനുഷ്യനെ അവതാര തുല്യമായി തൻ്റെ സത്പ്രവർത്തികളാൽ ധർമ്മത്തിൻ്റെതായിട്ടുള്ള പാതയിൽ ചരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആവിഷ്കാരം സംഭവിച്ചു എന്ന മട്ടിലാണ് രാമൻ എന്നത് ശ്രീരാമനും ശ്രീരാമചന്ദ്രദേവനുമായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിലിരിക്കുന്നത്. ഇതിഹാസങ്ങളെ ഞാനും നിങ്ങളും വ്യാഖ്യാനിക്കേണ്ടത് ഇത് ഇവിടെ സംഭവിച്ചു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഇതിഹാസം എന്നതിൻ്റെ വ്യാഖ്യാനം നിലനിർത്തേണ്ടത് മറിച്ച് ഇന്നലകളിൽ ഇത് തന്നെയാണ് ഇവിടെ തുടർന്നത്, നാളെയും ഇവിടെ ഇത് തന്നെയായിരിക്കും നടക്കുക എന്ന അർത്ഥത്തിൽ ജീവിതം എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പാഠമായി തന്നെ നമ്മുടെ ഇതിഹാസങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. അരുതുകളുടെയും ആഗാമുകളുടെയും ഗ്രന്ഥമാണ് രാമായണവും ഭാരതവും. രാമായണത്തിന് നിയമങ്ങൾ എന്ന് നമ്മൾ യോഗയിൽ പറയുന്നത് പോലെ ഡൂസ് ആൻഡ് ഡോൺസ്, ഇങ്ങനെയൊക്കെ ആകാം ഇങ്ങനെയൊക്കെ ആകരുത് എന്ന് വയ്ക്കുമ്പോൾ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെയും കഥാസന്ദർഭത്തെയും ഞാനും നിങ്ങളും ഉള്ളിലേക്ക് സ്വാംശീകരിച്ചിട്ട് ഉള്ളിലെ തട്ടിലിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കണം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന്. നീ രാമപക്ഷത്താണോ രാവണൻ്റെ ഒപ്പമാണോ എന്ന് ഓരോ നിമിഷവും എന്നെയും നിങ്ങളെയും ചോദിപ്പിക്കുമാറ് ഓരോ നിമിഷവും രാമായണം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രസക്തി. രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഇവിടെ ഒരു യജ്ഞം പോലെ ഒരു മേള പോലെ നിങ്ങൾ കൊണ്ടാടുമ്പോൾ ആലോചിക്കണം, രാമനെയും സീതയെയും
ശൂർപ്പണഖയും ഒന്നും നമ്മൾ അറിയാത്തതല്ല. പക്ഷേ ഓരോരുത്തരും അതെങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും ഓരോ തലങ്ങളിലും എനിക്ക് തന്നെ രൂപപരിണാമങ്ങൾ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോഴാണ് രാമായണം ഓരോ കർക്കിടക മാസവും കേമായിട്ട് നമ്മുടെ ഉള്ളിലെ പഞ്ഞത്തത്തിനെ മാറ്റിയിട്ട് സമൃദ്ധിയുടേതായിട്ടുള്ള ഭക്തിയുടേതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അതിന് സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൃതാർത്ഥതയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. അതിന് സാധിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശം, ഡച്ചുകാരുടെ അധിനിവേശം, ഇങ്ങനെ തുടങ്ങി ആസുര ശക്തികൾ അല്ലെങ്കിൽ ഭാരതീയമല്ലാത്തതെന്തും ഇവിടെ അധിനിവേശം നടത്തിയപ്പോൾ ഈ നാട്ടിലെ നട്ടല്ലു വളഞ്ഞുപോയ ജനങ്ങളെ ഒറ്റ ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നിലേക്ക് നയിക്കണം എന്ന ധാരണയോടുകൂടി ഭക്തിക്ക് മാത്രമേ അത് സാധിക്കൂ എന്നും അതിന് കർക്കിടക മാസം എന്ന് പറയുന്നത് ആചരണ പദ്ധതിയായി പിൽക്കാലത്ത് സ്വീകരിക്കുകയും ചെയ്തതാണ്. ഭക്തനാക്കി മാറ്റിയ, ഭഗവാനാക്കി മാറ്റിയ രാമനെ രൂപപരിണാമം ചെയ്യുന്നതിലൂടെ എഴുത്തച്ഛൻ ചെയ്തത്. വാൽമീകിയുടെ രാമൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു രാജാവാണ്. തികച്ചും സാധാരണക്കാരനായല്ല, ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന രാജാവാണ്. പക്ഷേ രാമായണം പരിവർത്തനം ചെയ്യുകയും അത് മലയാളത്തിൻ്റെ ഭാഷാപിതാവ് കൃത്യം കിളിയെക്കൊണ്ട് തന്നെ പാലിച്ച് വെക്കുകയും ചെയ്തപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വന്നത്, രാമൻ എന്ന് പറയുന്ന രാജാവിന് ശ്രീരാമചന്ദ്രദേവൻ എന്ന അവതാരമായി തന്നെ, രാമാവതാരമായി തന്നെ മാറ്റം വരുത്താൻ എഴുത്തച്ഛന് സാധിച്ചു എന്നതാണ്. കഥാപാത്രങ്ങളെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ യമനിയമങ്ങളുമായി ഒന്ന് ചേർത്തു വയ്ക്കട്ടെ. ലക്ഷ്മണരേഖയുടെ കഥ അറിയാം. ആത്മാഭിമാനത്തോടുകൂടി ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ചരടിൽ എന്നെയും നിങ്ങളെയും പോലുള്ള വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ കോർത്തു വയ്ക്കുക എന്നുള്ള ബോധ്യം അദ്ദേഹം തന്നതിൻ്റെ സാക്ഷ്യപത്രം അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, അങ്ങ് പുറകിലൊന്നും പോയി ഇരിക്കേണ്ടവരല്ല നമ്മൾ. ഇത് നമ്മുടേതായിട്ടുള്ള ഇടമാണ്. നമ്മുടെ ഇടങ്ങളിൽ ഏറ്റവും മുമ്പിൽ വന്ന് നിന്ന് അഭിമാനത്തോടുകൂടി നമ്മുടെ തന്നെ സംസ്കാരത്തിനെ നെഞ്ചേറ്റാനും ഭാരതം എന്താണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ധർമ്മം എന്താണെന്ന് പറയാനും ഒരു സനാതനധർമ്മ വിശ്വാസിയും മടിക്കേണ്ടതില്ല. കാരണം അപരനെ തിരസ്കരിക്കുകയോ മറ്റു ചിലരെ ഇല്ലാതെയാക്കാനോ ഒന്നും ഒരാഹ്വാനവും നമ്മുടെ ധർമ്മം നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ സംസ്കാരം നമ്മോട് പറഞ്ഞിട്ടില്ല. എന്നും നിലവിളക്കിൻ്റെ ദീപ്തമായിട്ടുള്ള ആ വിളക്ക് അല്ലെങ്കിൽ നിറദീപത്തിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാനും നിങ്ങളും ഉരുവിട്ട മന്ത്രം ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും, ഒരാൾക്ക് രണ്ടാൾക്ക് മനുഷ്യർക്ക് എന്നല്ല, പ്രകൃതിയുടെ സമസ്തവും ഒന്നാണ് എന്ന ബോധ്യം രാമായണ മഹാഭാരത ഇതിഹാസങ്ങളിൽ മാത്രമല്ല ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈടുറ്റ രേഖയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനേറ്റവും തെളിവായി നമ്മൾ എപ്പോഴും സ്വീകരിക്കുക നമ്മുടെ പിറന്നാളുകളാണ്. നാള് എന്ന് പറഞ്ഞ ഒരു നാളിനെ ദൂരെ നിൽക്കുന്ന നക്ഷത്രവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ ഒരു മൃഗത്തെയും ഒരു പക്ഷിയെയും ഒരു വൃക്ഷത്തെയും ഒരു ദേവതയും പിന്നെ നമ്മളെയും കൂടെ നമ്മുടെ സംസ്കാരം ചേർത്ത് വെക്കുമ്പോഴാണ് രാമായണമെന്നോ മഹാഭാരതമെന്നോ ഒക്കെ പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളോ വേദോപനിഷത്തുകളോ എത്രമാത്രം പ്രകൃതിയുടെ ഒരു കണിക മാത്രമാണ് മനുഷ്യൻ, മറിച്ച് പ്രകൃതിയുടെ ഏറ്റവും സെൻട്രൽ ഫിഗറായിട്ട് ആന്ത്രോപോസെൻട്രിക് എന്ന് നമുക്ക് പറയാം, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള യൂറോപ്യൻ ഒരു സംസ്കാരത്തിനെ പാടെ നിരാകരിച്ച് ഇതെല്ലാം ഉണ്ടെങ്കിലേ നീ ഉള്ളൂ എന്ന ബോധ്യം നമുക്ക് തരുന്ന ഉത്തമമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള സംസ്കാരം രാമായണം എന്ന് പറയുന്ന അതിലളിതമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലൂടെ ഭക്തി എന്ന് പറയുന്നത് മനസ്സിൽ ആ രസം നിറച്ച് വെച്ച് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ സമസ്താപരാധം പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെയും കഥാസന്ദർഭത്തെയും മുന്നിലിട്ടൊന്ന് വിശകലനം ചെയ്ത് ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ആരായി മാറേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇടം മാത്രമായി ഇന്നത്തെ ദിവസം ഞാൻ വിനിയോഗിക്കട്ടെ. 2 മണിക്കൂർ എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞിരുന്നത്. അത് പിന്നെ ലോപിച്ച് മാറ്റവും ഒക്കെ വന്ന് സംഘാടക സമിതിയുടെ ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയിലും എത്രമാത്രം അവർ വിയർപ്പൊഴുക്കിയിട്ടുണ്ടാവും ഇത്ര പേരെയെങ്കിലും സംഘടിപ്പിക്കാനും ചേർത്ത് നിർത്താനും ഇത്ര മനോഹരമായി ഇത് സംഘടിപ്പിക്കാനും എന്ന് എനിക്ക് തീർച്ചയായും അറിയാം. അതുകൊണ്ട് സമയക്ലിപ്തത എന്നത് അവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, എൻ്റെയും കൂടിയാണ്. കാരണം ഒരുപാട് വൈകാതെ എനിക്ക് വീട്ടിലെത്തേണ്ടതുണ്ട്, എൻ്റെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങൾ ഒന്നോടിച്ച് പോകാം.
ഈ ഓടിച്ചു പോവുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാവിനെ ഒന്ന് തൂക്കാൻ മാത്രമാണ്. നിങ്ങൾക്കുള്ള അറിവിനേക്കാൾ കേമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ രാമായണത്തിനെ വെറുതെ ഒന്ന് യമനിയമങ്ങൾ വെച്ച് മനസ്സിലാക്കാം. മാരീചൻ ഇങ്ങനെ സ്വർണ്ണ മൃഗമായി മുന്നിൽ വന്ന് സീതയെ പ്രലോഭിപ്പിച്ചു. ആലോചിക്കണം, ഇന്നത്തെ കാലത്തുള്ള ആണിനും പെണ്ണിനും ഇത്തരം മാരീചന്മാരുടെ പ്രലോഭനമുണ്ടാകും. ഇത് ത്രേതായുഗത്തിൽ ഒരു കാഴ്ച കാട്ടിത്തരികയാണ്. ആ മാരീചന്റെ പ്രലോഭനത്തിൽ എനിക്കത് വേണം എന്ന് പറയാൻ കൊതി പൂണ്ടപ്പോൾ എന്ത് മായാസീതയാണ് എന്നൊക്കെ കഥ വെച്ചാലും അതിനെ നമ്മൾക്ക് മായിക വലയത്തിൽ വീഴാൻ പാടില്ല എന്ന് ഇന്നത്തെ കാലത്ത് നോക്കി വായിക്കുമ്പോഴാണ് രാമായണത്തിലെ മാരീചന് പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അരുത് എന്നും അങ്ങനെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നും കാണുന്നതൊക്കെ സ്വന്തമാക്കണമെന്ന് കൊതി ഉണ്ടാവരുതെന്നും സ്വർണത്തിനോട് വല്ലാതെ ഭ്രമമുണ്ടാകരുത് എന്നും എഴുത്തച്ഛൻ ഹാസ്യരൂപത്തിൽ പറഞ്ഞു വെക്കുന്നു എങ്കിൽ അത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. പലതിനോടുമുള്ള പ്രലോഭനങ്ങളെ അടക്കി നിർത്തുകയും ഒതുക്കി വെക്കുകയും ചേർത്തു വെക്കുകയും ചെയ്യുമ്പോഴാണ്, ആരൊക്കെ മുതിർന്നവർ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ബോധ്യത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മാരീചന്മാർ ഒരുക്കുന്ന കെണികളിൽ ഞാനും നിങ്ങളും വീഴാതെ പോവുക. ഇവിടെ തന്നെ പ്രസക്തമാകുന്ന മറ്റൊരു വാക്കുണ്ട്. ആ വാക്കിന് ഒരു ഗംഭീരമായിട്ടുള്ള പ്രയോഗമായി തന്നെ അത് ഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലക്ഷ്മണരേഖ. അറിയാമായിരിക്കും എല്ലാവർക്കും. ലക്ഷ്മണൻ സീതയ്ക്ക് ചുറ്റും വരച്ചു വെച്ചിട്ട് എടത്തിയമ്മേ ഇത് മറികടക്കരുത്, ഈ വര മറികടക്കരുത് എന്ന് പറയുന്നുണ്ട്. വരകൾ ജീവിതത്തിൽ നിർബന്ധമാണ് എന്ന് ഇന്ന് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും വലിയ കേമമായിട്ടുള്ള എന്നോണം നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന വാചകമാണ് ബൗണ്ടറീസ്, അതായത് അതിരുകൾ. എൻ്റെ സ്പേസിൻ്റെ അകത്തേക്ക് കടക്കാൻ മറ്റൊരാളെ ഞാൻ അനുവദിക്കാൻ പാടില്ല, മറ്റൊരാളുടെ അത്തരം സ്പേസുകളിലേക്ക് ഞാൻ കടക്കാൻ പാടില്ല എന്നുള്ള അതിനൂതന കാലത്തെ ഉജ്ജ്വലമായിട്ടുള്ള ജീവിത പാഠം എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ വര വരച്ച് ലക്ഷ്മണൻ പറഞ്ഞു തന്നിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. അരുതുകളുടെയും ആഗാമുകളുടെയും കഥയാണ് രാമായണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ കേമരായിട്ടുള്ള മാരീചന്മാരെ പല പല മുഖത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് വലിയ ഗംഭീരമായ ചിരിയോടുകൂടി നല്ല കാര്യപ്രാപ്തി കാണിച്ചുകൊണ്ട് രസികത്വം സ്വന്തമാക്കി വെച്ചുകൊണ്ട് ആണായും പെണ്ണായും മുമ്പിൽ വന്ന് നിന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് ഇല്ലാതെയാക്കി നമ്മുടെ മുഴുവൻ സാരസർവസ്വവും സത്തയും ഊറ്റിയെടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അനുഭവസ്ഥരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അപ്പോൾ ഭക്തിമാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും എന്താണ് രാമൻ, എന്താണ് രാമായണം, എന്താണ് ധർമ്മം, എന്താണ് അടക്കം, എന്താണ് ഒതുക്കം, എന്താണ് വാനപ്രസ്ഥം, അല്ലെങ്കിൽ എന്താണ് ആരാണ് അഹല്യ, എന്താണ് കല്ല് അഹല്യയായി മാറുന്നത് എന്നൊക്കെയുള്ള തത്വങ്ങൾ മനസ്സിൽ വയ്ക്കുമ്പോൾ കൃത്യമായി വര വരച്ച് അതിനപ്പുറം നിൽക്കൂ എന്ന് പറയാനുള്ള പ്രാപ്തി ഉണ്ടാവണം. പ്രാപ്തി എന്തുകൊണ്ട് ഹൈന്ദവന് അഥവാ സനാതനധർമ്മ വിശ്വാസിക്ക് ഇല്ലാതെ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ 200 വർഷത്തെ ഘോരമായിട്ടുള്ള ഒരു അടിമത്വവും അതിനു മുമ്പിൽ എത്രയോ 1000 വർഷത്തെ അല്ലാത്ത പലായനങ്ങളും ഏറ്റവും ഭീകരമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള അനുഭവങ്ങളുമാണ് ഈ ധർമ്മത്തിനെ പേറി ചേർത്തത് പിടിച്ചാൽ പോലും ഈ ധർമ്മം എന്നെ രക്ഷിക്കുമോ എന്നുള്ള ഭയം പലരിലും ഉണ്ടാക്കിയത്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ഉപനിഷത്ത് വചനം പറയുന്നത് ഈ ധർമ്മത്തിലുള്ള അപാരമായ വിശ്വാസം കൊണ്ടാണ്. ഇത് ശ്രീരാമചന്ദ്രദേവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കേവലനായിട്ടുള്ള ഒരു രാജാവ് ഉത്തമനായിട്ടുള്ള ഒരു അവതാരമായി മാറുന്നത് ജീവിതം സുഖകരമായിരുന്നില്ല ഒരു കാലത്തും രാമന്. ആലോചിച്ചാൽ അറിയാം, ജനിച്ചത് എങ്ങനെയാണ്? പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തി വളരെ പണിപ്പെട്ട് ആദ്യമായി ഇങ്ങനെ ദശരഥനൊരു അൺതരി പിറന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അവൻ്റെ ചെറുപ്പകാലത്ത് കുമാരനായിരിക്കുന്ന സമയത്ത് തന്നെ താടകയെ നിഗ്രഹിക്കാനായി വിശ്വാമിത്രൻ വരുന്നു. ഇവിടെ ഒന്ന് കൊണ്ടുപോകണം, കുമാരന്മാരെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഷമം ഉണ്ടായി വിശ്വാമിത്രന്, ദശരഥന്. എങ്ങനെയാണ് വിശ്വാമിത്രനോട് നോ എന്ന് പറയുക എന്ന് ഭയന്നു. അപ്പോഴേക്കുമാണ് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനോടായി ചോദിക്കുന്നത്. ഗുരുവിന് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗകയും അധ്യാപികയായ അധ്യക്ഷ പ്രസംഗകയും കൃത്യമായി തന്നെ നമ്മളോട് അധ്യാപക ധർമ്മം എങ്ങനെയാണ് എന്നൊന്ന് വരച്ചു കാട്ടുക കൂടി ചെയ്തു.
അപ്പോൾ ഒന്ന് ചേർത്ത് വെക്കണം ഗുരു ആരാണ് എന്ന്. ഗുരു പൗർണമി കഴിഞ്ഞതേ ഉള്ളൂ, പൂർണിമ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിച്ചതേ ഉള്ളൂ. ഗുരു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തിനെ മാറ്റുക എന്നുള്ളത് കാട്ടിത്തരുന്ന ഏറ്റവും അപൂർവ സൗഭാഗ്യമുള്ള ഒരു രാഷ്ട്രവും കൂടിയാണ് ഭാരതം. ഇവിടെ ജനിച്ചിട്ടുള്ള, ഇവിടെ പിറന്നിട്ടുള്ള, ഇനിയും മൺമറഞ്ഞു പോകാത്ത, ഇവിടെ സ്ഥിര സാന്നിധ്യമായി നിൽക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്മയായി നാളമായി നിൽക്കുന്ന ഗുരുപുങ്കവന്മാർക്ക് മുമ്പിൽ നാം സാഷ്ടാംഗം നമസ്കരിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. ഇങ്ങനെ കണ്ണു തുറന്നു കാണാൻ പ്രേരിപ്പിക്കുന്ന ഗുരു അവിടെ ദശരഥനും ഉണ്ടായിരുന്നു. ഒരാൾ വസിഷ്ഠൻ. ദശരഥനോടായി പറഞ്ഞു, കുമാരന്മാരല്ലേ, എങ്ങനെ ഞാൻ വിടും എന്ന് ദശരഥൻ സങ്കടപ്പെടുമ്പോൾ തോളിൽ തട്ടി ചേർത്ത് നിർത്തുകൊണ്ട് തന്നെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ പറയുന്നു, ധൈര്യമായി വിടൂ രാജാവേ എന്ന്. അങ്ങനെ രാജാവ് വിടുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുട്ടി, പ്രത്യേകിച്ചും കുമാരനായിട്ടുള്ള ഒരു കുട്ടി, പിൽക്കാലത്ത് രാജാവായി മാറേണ്ട ഒരാൾ, ഏറ്റവും ശക്തനായിട്ടുള്ള, ശക്തിശാലിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, യോദ്ധാവായി പരിണമിക്കണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ മനസ്സിനും ശരീരത്തിനും പരിപാകം വരണം എന്നുണ്ടെങ്കിൽ അവൻ വനത്തിൽ പോകണം. അത്തരമൊരു അഭ്യാസം അവനുണ്ടാകണം എന്ന് ഗുരുക്കന്മാർക്കറിയാം. ചിട്ടയായി പാകപ്പെടുത്തിയെടുക്കുന്ന ഒരവസ്ഥ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ അതുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെ പോകുന്നതും അത് തന്നെയാണ്. എങ്ങനെയാകണം ബ്രഹ്മചര്യത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് കൃത്യമായി പൂർവ്വസൂരികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്പാഹാരം, ജീർണ വസ്ത്രം, ഭഗധ്യാനം, ശ്വാനനിദ്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ഭിക്ഷാടനം നടത്തി സ്വർണ്ണനെല്ലിക്ക പൊഴിച്ച നാടാണ് നമ്മുടെ കേരളം. ശങ്കരാചാര്യരെ സ്മരിക്കുന്നു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ബ്രഹ്മചര്യം എന്ന് പറയുന്നതും ശിക്ഷണം എന്ന് പറയുന്നതും വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നതും ഒരു രൂപപ്പെടുത്തലാണ് എന്ന് താടക എന്ന് പറയുന്ന അസുരയെ നിഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു ചിത്തസ്ത്രീയെ ഇടപെടലുകളൊക്കെ നടത്തുന്നത്, യജ്ഞങ്ങൾ ഇല്ലാതെയാക്കാൻ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയെ ഇല്ലാതെയാക്കുന്ന വഴി രാമനും ലക്ഷ്മണനും ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത് വിശ്വാമിത്രൻ. കാട്ടിലെപ്പോഴും സുഭിക്ഷമായ ഭക്ഷണം കിട്ടില്ല. ഇപ്പം കുട്ടികളോട് ചോദിക്കുവാണെങ്കിൽ അവർ മന്തി, പെരി പെരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ കേൾക്കാത്ത ചില പദങ്ങളൊക്കെ പറഞ്ഞു തരികയും അതിനോടുള്ള പ്രലോഭനം കാണിക്കുകയും ചെയ്യുമ്പോൾ ബലയും അതിബലയും ഉച്ചരിച്ചു കൊടുത്തിട്ട് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്, ദാഹം എന്ന് പറയുന്ന അവരുടെ ആവേഗങ്ങളെ കുറച്ചു നിർത്തി. അടക്കമാണത്, ഡിസിപ്ലിനാണ്. വിദ്യാർത്ഥിക്ക് വേണ്ട ആദ്യ ലക്ഷണവുമാണ് ആ ഒരു അടക്കം. അപ്പോൾ ഇത് കൃത്യമായി ആചരിക്കാൻ പ്രേരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനു വേണ്ട രൂപപ്പെടുത്തലിനാണ് താടകയുടെ രംഗപ്രവേശം. താടകയെന്നും ശൂർപ്പണഖയെന്നും ഒക്കെ പറയുന്ന, നമ്മൾ മാറ്റി നിർത്തേണ്ട ആസുര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് നീചവാസനകൾ തന്നെയാണ്. നീചവാസനകൾ മനസ്സിലുണ്ടാകുന്നതിനെ ഇല്ലാതെയാക്കാൻ അവിടെ സാത്വികമായിട്ടുള്ള ശക്തികൾക്ക് ക്ഷാത്രവീര്യം ഉണ്ടാകണം. ഈ ക്ഷാത്രവീര്യമാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ പിന്നിൽ പോയിരിക്കേണ്ടവരല്ല, മുന്നിൽ വന്നിരിക്കണം. ഇത് നമ്മുടെ ഇടമാണ്. നമ്മുടേതായിട്ടുള്ള ഇടത്തിൽ നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ, നമ്മളുടേതായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ നടത്താൻ ഞാനോ നിങ്ങളോ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തുകൊണ്ട്? നട്ടല് വളഞ്ഞു പോയത് അന്നത്തെ കാലത്ത്. ഇന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ലോകഗുരുവായി ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയും കെടാവിളക്ക് തന്നെ ജ്വലിച്ചു കൊടുക്കുകയും ഇതിനകത്തുള്ളതെല്ലാമേ ഉള്ളൂ, മറ്റെല്ലാം അറിവുകളും അപ്രസക്തമാണ് എന്ന് ലോകത്തിലെ ഇതര സംസ്കൃതികളെല്ലാം തിരിച്ചറിയുകയും ചെയ്തപ്പോൾ, എല്ലാവരും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ സംസ്കാരത്തെപ്പറ്റി വലിയ ധാരണയില്ലാതെ പോകുന്നത് കഷ്ടമാണ്. പഠിച്ചെടുക്കേണ്ടതുണ്ട്. പഠിച്ചെടുക്കാൻ എന്താ ചെയ്യുക? പഠിപ്പിക്കാനുള്ള ഇടങ്ങൾ നമുക്കില്ല. സാരമില്ല, അത് സ്വയം അധ്യയനം തന്നെ ചെയ്യുക. സന്ധ്യാവേളകളിൽ, അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ, അല്ലെങ്കിൽ രാവിലെ, എപ്പോഴാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക എന്ന് കൃത്യമായ നിഷ്ഠയൊന്നും ആരും പറഞ്ഞിട്ടില്ല. മുഴുവൻ സമയവും ചെല്ലുന്നവരുണ്ട്. അഖണ്ഡനാമം തന്നെ ചൊല്ലുന്ന ഇടങ്ങളുണ്ട്. സന്ധ്യാനേരത്തും പ്രാതകാലത്തും 3 സന്ധ്യാവേളകളിൽ തന്നെ അത് ചെയ്യുന്നവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ധർമ്മവും ഇഷ്ടവും സൗകര്യവും പോലെ ഇരിക്കട്ടെ. പക്ഷേ ഓരോ വായനയും, ഇവിടെ പലരും പറഞ്ഞത് തന്നെയാണ്, എനിക്ക് മുമ്പ് സംസാരിച്ചവർ, രാമായണം എത്ര നമ്മൾ വായിച്ചിരിക്കുന്നു. സംസ്കൃതത്തിൽ തന്നെ മൂലഗ്രന്ഥം എന്ന് പറയുന്ന 458 രാമായണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് വാൽമീകി രാമായണം, സംസ്കൃതത്തിലുള്ളത്, മൂലം എന്ന് പറയുന്നത്.
അവിടെ നിന്നാണ് പരിഭാഷകൾ വന്നിട്ടുള്ളത് പല രൂപത്തിൽ. ആലോചിച്ച് നോക്കൂ, അതിലെ ലക്ഷക്കണക്കിന് എണ്ണത്തിലെ ഒന്നാണ് നമ്മുടെ കിളിപ്പാട്ട്. അത് നൃത്തരൂപത്തിലായിട്ടും ഒരു കവിതയായിട്ടും ഒരു ചിത്രമായിട്ടും ഒരു ലേഖനമായിട്ടും ഒരു സ്കൾപ്ചറായിട്ടും ഒക്കെ അത് മാറുമ്പോൾ, ശില്പമായിട്ടുമൊക്കെ രൂപപരിണാമം അതിന് വരുമ്പോൾ മറ്റൊരു ഭാഷ്യമായിട്ടാണ് വരിക. രാമനെ, എനിക്കിഷ്ടമുള്ള രാമനെ, ഇതാണ് എൻ്റെ രാമൻ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആയിരക്കണക്കിന് രാമന്മാർ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഓരോ രാമായണ വായനയാണ് എന്ന് ഞാൻ പറയുന്നു. ജൈനമതത്തിൽ രാമായണത്തിനെ വ്യാഖ്യാനിക്കുന്നത് സീത എന്ന യോദ്ധാവാണ്, രാവണനെ കൊല്ലുന്നത് രാമനല്ല സീതയാണ്. നോക്കൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറി മറിഞ്ഞു പോകുന്നത്. ഉത്തരരാമചരിതത്തിലെ രംഗപ്രവേശം മാത്രമാണ് ലവകുശന്മാർ. ഏറ്റവും അവസാനം അയോധ്യയിൽ ഇവർക്ക് എന്താ പറയുക, കിരീടാധാരണ ചടങ്ങോടുകൂടി തന്നെ അവസാനിക്കുന്നു വാൽമീകിയുടെ രാമായണം. പിന്നെ എഴുതി ചേർക്കപ്പെട്ടലുകൾ പലതാണ്. അതുകൊണ്ടാണ് പലരും നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്, അതാരാണ് ഈ കഥാപാത്രം ഏതാന്ന് പറയുമ്പം അല്ലെങ്കിൽ തന്നെ സനാതന വിശ്വാസിക്ക് യാതൊരു ധാരണയുമില്ല. അപ്പം ഇമ്മാതിരി അവിടെ മുക്കും മൂലയിലും കിടക്കുന്ന ഇത്തരം ലക്ഷക്കണക്കിന് രാമായണങ്ങൾക്കകത്ത ഏതെങ്കിലും ഒരു ചീള് ആരെങ്കിലും എടുത്തൊന്ന് ചോദിക്കുമ്പം ഞാനും നിങ്ങളും ഇങ്ങനെ വാപൊളിച്ചിരുന്നു പോവും. അപ്പം തിരിച്ചവരോട് പറയേണ്ടതുണ്ട്, ദശലക്ഷക്കണക്കിന് ഇതുണ്ടെന്നേ. ചോദിക്കേണ്ടതൊറ്റ കാര്യം മാത്രം, രാമൻ എന്ന ധർമ്മത്തിനെ പറ്റി ചോദിക്കൂ, സീത എന്ന ധർമ്മത്തിനെ പറ്റി ചോദിക്കൂ. രാമനും സീതയും എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, മാറാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കൂ. അങ്ങനെ ചോദിക്കാൻ വേണ്ട കെൽപ്പുണ്ടാക്കണമെങ്കിൽ രാമായണം നമ്മുടെ ഉള്ളിൽ പുനർജനിക്കണം. ഈ കർക്കിടക മാസത്തിൽ അത്തരം പുനർജന്മങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അരുതുകളുടെയും ആഗാമുകളുടെയും ലോകത്തേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചു പോകട്ടെ. ലക്ഷ്മണരേഖ എന്ന് വരച്ചു വെച്ചിരിക്കുന്നത് ചിലയിടങ്ങളിൽ നോ എന്ന് പറയാൻ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മളെ തന്നെയും നമ്മൾ പഠിപ്പിക്കണം. അത് കരുത്തുണ്ടാക്കുകയാണ്. ഇത് ഈ കർമ്മം പറയുമ്പോൾ തിരിച്ചൊന്ന് പോകേണ്ടതുണ്ട് നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിലേക്ക്. എപ്പോഴും ഹൈന്ദവനെ അഥവാ സനാതന ധർമ്മവിശ്വാസിയെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയിട്ട് ആൾക്കാർ പറയുക, അയ്യോ ഇവിടെ കേടുകാര്യസ്ഥയാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്നാണ്. ജാതി വ്യവസ്ഥ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടും കലഹങ്ങൾ കൊണ്ടും രൂപീകൃതമായി പോയ അനാചാരമാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വൈദിക കുലത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്, പ്രത്യേകിച്ചും വർണ്ണവ്യവസ്ഥയാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ബ്രാഹ്മണൻ ആരാണോ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത്, ആരാണോ മന്ത്രങ്ങളിൽ ജീവിതം ത്യജിച്ച് അല്ലെങ്കിൽ ജീവിതം സമർപ്പിക്കുന്നത്, ആരാണോ ജ്ഞാനോന്മുഖമായി അതായത് അറിവ് നേടാനായി ശ്രമം നടത്തുന്നത്, അവൻ ബ്രാഹ്മണൻ. ആ അർത്ഥത്തിൽ ഞാനോ നിങ്ങളോ എന്ത് പഠിച്ചാലും നമ്മൾ ആരാ? ബ്രാഹ്മണനാണ്. എൻ്റെ വീടിന് ചുറ്റും മതിലിന് ഞാൻ ശക്തി കൂട്ടുകയോ എൻ്റെ അതിരുകൾ ഞാൻ വെക്കുകയോ എനിക്ക് ഇതിനകത്തേക്ക് ശത്രുക്കൾ വരാതെ ഇരിക്കാൻ വേണ്ട യോദ്ധാവിൻ്റെതായിട്ടുള്ളൊരു ശക്തി ഞാൻ സംഭരിച്ചു വെക്കുകയോ ചെയ്യുമ്പോൾ, വേണ്ട വീടിൻ്റെ വാതിലിനൊരു താക്കോല് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പൂട്ട് വെക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ഞാനും നിങ്ങളും ആരായി മാറുന്നു? ക്ഷത്രിയനാവുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും ആവരുതോ? ആകാം. നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് ആ സമയം നമ്മൾ എന്താണോ ഇടപെടുന്നത് അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ വർണ്ണം. ഇനി എൻ്റെ വീട്ടിൽ ചില സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നു, അത് വിപണിയിലേക്ക് വിൽക്കുന്നു, അതിൻ്റെ ദ്രവ്യം ഞാൻ കയ്യിലെടുക്കുന്നു. അപ്പം എന്നിൽ ഉണ്ടാകുന്ന സ്വഭാവം എന്താണ്? വൈശ്യത്വമാണ്. കൃത്യമായി ധനം വിനിയോഗിക്കാൻ വേണ്ട കെൽപ്പ് ഞാൻ സംഭരിക്കുമ്പോൾ ആരായി ഞാൻ മാറുന്നു? വൈശ്യനായി മാറുന്നു. വൈശ്യത്വം വേണം. സനാതന ധർമ്മവിശ്വാസിക്ക് അത് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരിക്കപ്പെടുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവുകയും നമ്മൾ ഭരണത്തിന് വിധേയരായി പോവുകയും ചെയ്യുന്നത്. ഭരിക്കാനുള്ള കഴിവ് ആർക്കാണ് ഉണ്ടാവുക? കയ്യിൽ ധനമുണ്ടാവുന്നതാണ്, ധനമുള്ളവനാണ്. വൈശ്യനാവാൻ പഠിക്കണം. വൈശ്യനാവാൻ പൂർവസൂരികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ധർമ്മം പുലർത്തിയാൽ മാത്രം മതി. ഏറ്റവും അവസാനം കുടുംബത്തിലെ നീചകർമ്മങ്ങൾ ചെയ്യുക. നീചം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കർമ്മമല്ല, സേവനം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുക. വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കുക സേവന കർമ്മമാണ്. അപ്പോൾ ഞാൻ ആരാ? ക്ഷുദ്രനാണ്. ഇതിലേത് ധർമ്മമാണ് ചെറുത് എന്നൊന്ന് പറയൂ. പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ക്ഷുദ്രനാണ് ഏറ്റവും താഴെ. ക്ഷുദ്രകർമ്മം എന്ന് പറയുന്നത് ഏറ്റവും താഴെയും ഏറ്റവും കഷ്ടപ്പാടോടുകൂടി എത്താൻ സാധിക്കുന്ന ഒന്ന് ബ്രാഹ്മണത്വമാണ്. അറിവ് നേടുക എന്നുള്ളതാണ് എന്ന അർത്ഥത്തിലാണ് ഇതിന് നിലകൾ വയ്ക്കുക.
നമുക്ക് ഒരേ സമയം തന്നെ ഈ 4 വർണ്ണങ്ങളും സ്വീകരിക്കാം. നമ്മളത് ചെയ്യുന്നുണ്ട്, തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇത് രാമൻ തൻ്റെ ജീവിതത്തിലും ആചരിച്ചു വെക്കുന്നുണ്ട്. രാമൻ എന്ന് പറയുന്ന രാജാവ് ചെറുപ്രായത്തിൽ തന്നെ വന്ന അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓമനയായി ജനിച്ചു വരികയും അടുത്ത ദിവസമാണ് അഭിഷേകം എന്ന് അനൗൺസ് ചെയ്യുന്ന ഓമനയായി ജനിച്ചു വളരുകയും കുമാരനായിരിക്കുമ്പോൾ തന്നെ താടക നിഗ്രഹത്തിന് പോവുകയും പിന്നെ ത്രയംബകമൊടിച്ച് സീതയെ വെന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മരണം മുന്നിൽ കണ്ട ഒരു നിമിഷമുണ്ട്. പരശുരാമനുമായി ഏറ്റുമുട്ടുന്ന രംഗം. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം തരണം ചെയ്ത് വീട്ടിൽ വന്നു. ഇനി അടുത്ത രാജ്യാഭിഷേകമാണെന്ന് പറയുമ്പോഴാണ് കൈകേയിയുടെയും മന്ധരയുടെയും ഒക്കെ ഇടപെടലുകൾ. വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. കാട്ടിൽ പോയിട്ടും സ്വസ്ഥവും സുഖവുമാണോ താമസിക്കുന്നത്? ഇവിടെ ആരെങ്കിലും ഒക്കെ കാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. കാട്ടിപ്പോവുക ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് പോവുകയല്ല. ഇപ്പോൾ പലയിടങ്ങളും റിസോർട്ടുകളൊക്കെ കാട്ടിൻ്റെ നടുക്ക് വെക്കുകയും AC ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് സുഖകരമായ അവസ്ഥ വെക്കുകയും ചെയ്യുമ്പോൾ പോലും ഒരു ദിവസം ട്രക്കിങ്ങിനൊന്ന് ഉൾവനത്തിൽ കടന്നുപോയാൽ അറിയാം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് ലോകം മുഴുവൻ കാടായി തന്നെ ഇരിക്കുന്ന ഇടത്ത് ഏതാണ് എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊന്നും അറിയാത്തൊരു സമയത്ത് പഞ്ചവടി പോലൊരു ആശ്രമം സ്ഥാപിച്ചു വെച്ചിട്ട് അവിടെ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും. ഒരു സ്ത്രീയും എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുരുഷന്മാർക്ക് പോലും നിവസിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇടമാണ് കാട്. അവരുടെ ശാരീരിക ക്ഷമതയനുസരിച്ച് എല്ലാത്തരം ജീവജാലങ്ങളും കുത്തും, എല്ലാത്തരം കീടങ്ങളും കടിക്കും. അതൊരു എളുപ്പമുള്ളൊരു സ്ഥലമല്ല. ഇവർ സുഖവാസത്തിന് 14 വർഷം പോയി എന്നുള്ളൊരു ഭാഷ്യമാണ് നമ്മളിതിനെ വായിച്ചു വെക്കുക. അല്ല, അതൊരു ശിക്ഷയായിരുന്നു. 14 വർഷക്കാലം നീ അവിടെ പോവുക എന്ന് പറയുമ്പോൾ അതൊരു ശിക്ഷയായിരുന്നു. പക്ഷേ ആ ശിക്ഷയെ അവർ മനോഹരമാക്കി. കാരണം എന്താ? അവരുടെ ഒരു അമ്മ കൊടുത്ത ഒരു ഉപദേശം തന്നെയാണ് സുമിത്രാദേവിയുടെ ഉപദേശം. ഐതിഹ്യമാലയിൽ ഒരു കഥയായി തന്നെ പറയുന്നുണ്ട്. അത് ഏറ്റവും കേമമായിട്ടുള്ള രാമായണത്തിൻ്റെ പദ്യമേത്, ശ്ലോകമേത് എന്ന് വരരുചിയോടായി രാജാവ് ചോദിക്കുന്നു. വരരുചി പലരോടായി ചോദിക്കുന്നു, മറുപടി കിട്ടുന്നില്ല. രാജാവെ ഒരു ദിവസം സമയം തരണമെന്ന് പറയുന്നു. അദ്ദേഹം അന്വേഷിച്ച് പുറപ്പെടുന്നു. പല ഇടത്തും പല പണ്ഡിതന്മാരെ കാണുന്നു. ഓരോരുത്തരും രാമൻ പറഞ്ഞ ആ വാചകം, ഭരതൻ പറഞ്ഞ ഈ വാചകം, ലക്ഷ്മണന് കൊടുത്ത ഉപദേശം, ദശരഥൻ പറഞ്ഞത് അത് ഇത് എന്നൊക്കെ പറയുന്നു. മറുപടി ശരിയാവുന്നില്ല. അവസാനം വിഷമിച്ച് സന്ധ്യാനേരമായി നാളെ രാജാവിനെ മുഖം കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സന്ധ്യാനേരത്ത് ഇമാതിരി തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും കേമായിട്ടുള്ള ഒരു ആൽമരച്ചോട്ടിൽ വെറുതെ ഒന്ന് കിടന്നു. കണ്ണടച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം മുഖം നാളെ രാജാവിനെ കാണിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള പേടിയിലാണ് വരരുചി കിടക്കുന്നത്. കണ്ണൊന്നടച്ചതേയുള്ളൂ. നിറയെ പക്ഷികൾ ആ മരത്തിന് ചുറ്റും വന്നു. പക്ഷികളുടെ സ്വരം, പക്ഷികളുടെ ഭാഷ തിരിച്ചറിയാം വരരുചിക്ക്. ഇത് അത്ഭുതകരമായി തോന്നേണ്ടതില്ല. നമ്മുടെ കാലത്ത് കണ്ടംപററി ആയിട്ട് ഇവിടെ താമസിച്ചിരുന്ന ചട്ടമ്പി സ്വാമികൾ ഉറുമ്പുകളുമായി സംവദിച്ചതായി സാക്ഷാൽ കുമാരപിള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളൊന്നുമായിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ മൺമറഞ്ഞു പോയിട്ട്. അപ്പം പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സ്വരവും അവരുടെ രീതികളും, പിന്നെ വരിയായി വന്ന് പട്ടികൾക്കായിട്ടൊരു ക്യൂ നിർത്തി അവറ്റകൾക്കായിട്ട് തീറ്റ കൊടുത്ത ഒരു രംഗവും കൂടിയുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥം വായിക്കും, കുമാരപിള്ള സാറിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഗംഭീരമായിട്ടത് തോന്നാം. ഒരു വില്ലേജ് ഓഫീസർ, വളരെ കറപ്റ്റായിട്ടുള്ള വില്ലേജ് ഓഫീസറാണ്, ഏറ്റവും അധികം അഴിമതിക്കാരനായിരുന്നു. അദ്ദേഹം വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കിയപ്പോൾ ചട്ടമ്പി സ്വാമികൾ തനിച്ചല്ല പോയത്, ചെന്നത് ഒരു പട്ടികളുമായിട്ടാണ്. അപ്പോൾ അയാൾക്ക് വല്ലാതെ വിഷമം വന്നു. ഞാൻ ഇത്രയും ദിവ്യനായിട്ടുള്ള ഒരാളെയാണല്ലോ വിളിച്ചത്, പട്ടികളെയാണല്ലോ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ആദ്യം പട്ടികൾക്ക് കൊടുക്കൂ, എന്നിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞു. അവിടെ നിരത്തി വിതറി, അന്ന് നിലത്താണ് സദ്യ ഒരുക്കുക. നിലത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇലയുടെയും പിന്നിൽ അച്ചടക്കത്തോടുകൂടി പട്ടികൾ പോയിരുന്നു എന്ന് സാക്ഷ്യം നടന്ന സംഭവം. അവറ്റകളെല്ലാം ഭംഗിയിൽ ഭക്ഷണം കഴിച്ചു പോയി. പക്ഷെ പിന്നെയാണ് കഥയുടെ ശക്തി. ഈ ഓഫീസറെ നോക്കിയിട്ട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, കഴിഞ്ഞ ജന്മം ഈ വന്നതൊക്കെ ആരായിരുന്നെന്നറിയോ? കഴിഞ്ഞ ജന്മം നിങ്ങളുടെ തൊഴിലിലിരുന്നവരാ, അവരഴിമതിക്കാരായിരുന്നു എന്ന്. അപ്പോൾ ഒരു വ്യക്തിയെ മാറ്റം വരുത്താൻ വേണ്ടി ഇടപെടൽ ഒരു ഗുരുവിന് എങ്ങനെ സാധിക്കും എന്നാണ് ചട്ടമ്പി സ്വാമികൾ തൻ്റെ കൃത്യത്തിലൂടെ കാണിച്ചു വെച്ചത് എങ്കിൽ ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വരരുചിക്ക് ആ ഭാഷ അറിയാം. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്, ഇത് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പം മറുപടി, അയ്യോ അറിയില്ലേ, ആ രാമം ദശരഥം വിധി അറിയാത്ത പടുവിഡ്യാനാണ്. അന്നേരം അതിൻ്റെ മറുപടി കിട്ടി. എന്താണത്? ഏറ്റവും കേമമായിട്ടുള്ള രാമായണത്തിലെ ശ്ലോകം എന്ന് പറയുന്നത് ദശരഥൻ പറഞ്ഞതോ രാമൻ പറഞ്ഞതോ ലക്ഷ്മണനോട് പറഞ്ഞതോ ഒന്നല്ല, മറിച്ച് ഒരു നിഴലുപോലെ മാറി നിൽക്കുന്ന സുമിത്ര എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞതാണ്.
ഏറ്റവും കേമിയായിട്ടുള്ള അമ്മ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കൗസല്യാദേവി. കാരണം എന്താ, രാമൻ്റെ അമ്മയാണ്. പിന്നെ ദശരഥൻ്റെ പട്ടമഹിഷിയും കൂടിയാണ്, രാജപത്നിയാണ്, രാജമാതാവാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രാണപ്രേയസി എന്ന് നമുക്ക് പറയാവുന്ന ഒരാളുണ്ട്, അത് കൈകേയിയാണ്. അപ്പോൾ കൈകേയിയും കൗസല്യയ്ക്കും ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാത്ത ഒരു പ്രാമുഖ്യം സുമിത്രയ്ക്ക് രാമായണം കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ കൊടുത്തിട്ടുണ്ട് എന്ന് വരരുചിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. 14 വർഷക്കാലം നിങ്ങൾ അയോധ്യ വിട്ടുപോകൂ, വനത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് രാമൻ ഇറങ്ങുന്നു, സീത ഇറങ്ങുന്നു, കൂട്ടത്തിൽ തുണയായി ലക്ഷ്മണൻ ഇറങ്ങിയിട്ട് ലക്ഷ്മണൻ പോയി കാല് തൊട്ട് വന്ദിക്കുന്നു തൻ്റെ അമ്മയുടേത്. തൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്, സുമിത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? വിഭജിച്ചു വെച്ച് പുത്രകാമേഷ്ടി യാഗം നടന്നിട്ട് പൊങ്ങി വന്ന കുംഭത്തിൽ നിന്ന് പായസം എടുത്തപ്പോൾ രാജാവ് 2 പേർക്കായി പാതി വെച്ചു എന്നൊരു കഥ. ഒരുപാട് കഥകളുണ്ട് കേട്ടോ. കൃത്യമായി തന്നെ 3 പേർക്ക് കൊടുത്തു എന്നും കഥയുണ്ട്. പക്ഷേ ഒരു കഥയിൽ അങ്ങനെയാ പറയുന്നത്, കൗസല്യയ്ക്ക് കൊടുത്തു, കൈകേയിക്കും കൊടുത്തു. കൗസല്യയ്ക്ക് കൊടുക്കണമല്ലോ, കാരണം രാജപുത്രൻ്റെ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന അടുത്ത രാജാവിൻ്റെ അമ്മയാകേണ്ടവളാണ്. അതുകൊണ്ട് കൈകേയില്ലാത്തൊരു പരിപാടിയും ദശരഥനില്ല, അതുകൊണ്ട് കൈകേയിക്കും കൊടുത്തു. സുമിത്ര ഇല്ലേ അവിടെ? 3 ഭാര്യമാരിൽ സുമിത്ര ഇല്ലേ അവിടെ? നമ്മുടെ കുടുംബത്തിലെങ്ങാനും ആയിരിക്കണമെന്ന് വിവരം അറിയാം. പക്ഷേ സുമിത്ര കലഹിച്ചതായിട്ടോ ദശരഥനോട് ചോദ്യം ചെയ്തതായിട്ടോ എനിക്കെന്താ തരാത്തത് എന്ന് ആരോടെങ്കിലുമൊക്കെ പുലപ്യം പറഞ്ഞതായിട്ടോ നമ്മൾ കേട്ടിട്ടേ ഇല്ല. മറിച്ച് മറ്റു 2 സപത്നിമാർ വീതം വെച്ച് തന്നത്, എനിക്കാരും തരണ്ട, എനിക്ക് രാജാവ് കൊണ്ട് തന്നാലേ ഞാൻ കഴിക്കൂ എന്നും പറഞ്ഞില്ല. പപ്പാതി കിട്ടിയതിനെ സുഖകരമായി ഭുജിക്കുകയും 2 പുത്രന്മാരെ കൊടുക്കുകയും, അത് വെറുതെ അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്തത്. രാമന് ദാസ്യനാകാൻ ലക്ഷ്മണനെയും ഭരതന് ദാസ്യനാകാൻ വേണ്ടി ശത്രുഘ്നെയും കൊടുത്തു. എന്തൊരമ്മയാത്! അരുതുകളുടെയും ആകാമുകളുടെയും പാഠമാണ് രാമായണം എന്ന് പറയുമ്പോൾ സുമിത്രയെ പഠിക്കേണ്ടിയിരിക്കുന്നു. നിഴലുപോലെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കർട്ടൻ്റെ പിന്നിൽ എന്ന് നമുക്ക് പറയാവുന്ന പ്രഭാവലയത്തോടുകൂടി രംഗത്ത് പകർന്നാടുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല രാമായണത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. ഇതുപോലെ നിഴലുപോലെ മാറി നിൽക്കുന്ന ചിലരുമാണ്. സുമിത്രയുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ലക്ഷ്മണൻ്റെ അടുത്തേക്ക് സുമിത്ര കരഞ്ഞില്ല, നിലവിളിച്ചില്ല. നിനക്ക് വല്ല പണിയുണ്ടോ എൻ്റെ ലക്ഷ്മണ? അവർ ഭാര്യയായി ഭർത്താവായി ശാപം അവിടെയല്ലേ കിട്ടിയിരിക്കുന്നേ, നീ ഇവിടെ നിൽക്കുക, നിനക്കിവിടെ ഊർമിളയില്ലേ, നീയും കല്യാണം കഴിച്ചിട്ട് ഇച്ചിരി ദിവസമല്ലേ ആയിട്ടുള്ളൂ. പറഞ്ഞില്ല. പകരം രാമം ദശരഥം വിധി, മകനെ ഇനി മുതൽ ദശരഥനായി നീ കാണേണ്ടത് രാമനെയാണ്. മാം വിധി ജനകാത്മജ, അമ്മ കൂടെ ഇല്ലാന്ന് നീ വിഷമിക്കല്ലേ, മാം വിധി ജനകാത്മജ, സീത അമ്മ കൂടെ ഉണ്ട് കേട്ടാ. അതുകൊണ്ടാണ് കാണാതെ പോയ ആഭരണങ്ങളെല്ലാം അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ ആഭരണങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കുരങ്ങന്മാർ ചേർത്ത് വെച്ചപ്പോൾ ലക്ഷ്മണൻ ഒരാഭരണം കണ്ടിട്ട് വാവിട്ട് നിലവിളിച്ചത്. കാരണം അത് കാലിലണിഞ്ഞ ആഭരണമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഏട്ടത്തിയുടെ കാലെല്ലാ ദിവസവും തൊട്ട് വന്ദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞത്. ആകാമുകളുടെയും അരുതുകളുടെയും കഥയാണ് രാമായണം. ഇങ്ങനൊരു അനുജനാവണം, ഇങ്ങനൊരു അമ്മയാകണം, ഇങ്ങനെ കരുത്തുള്ള ഒരു രാജാവാകണം, ഇങ്ങനൊരു ഭാര്യയാകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ആവരുതെന്നും ഇവിടെ പറയുന്നുണ്ട് രാമായണം. എന്തായാലും സുമിത്ര പറഞ്ഞു വെക്കുന്നത് ഗച്ഛതാദ യഥാസുഖം, അയോധ്യയിൽ നിന്ന് പോവുകയാണ് എന്ന് നീ വിഷമിക്കണ്ട, നീ അടവിയെ അയോധ്യയായി കാണുക, കാടാണ് അയോധ്യ എന്ന് തന്നെ വിചാരിക്കുക. എവിടൊക്കെ പോകുന്നോ അവിടെയെല്ലാം പരിപാലനം ചെയ്യുന്നവനാണ് രാജാവ്. കാട് മുടിക്കുന്നവനല്ല, മറിച്ച് കാടിനെ പരിപാലനം ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു പ്രകൃതി പാഠവും കൂടി അതിനകത്ത് ചേർത്ത് വയ്ക്കുന്നുണ്ട് സുമിത്ര. അങ്ങനെ സന്തോഷമായി പോകൂ മോനെ എന്ന് പറഞ്ഞ ആ വാചകത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ശ്ലോകത്തിനെയാണ് രാമായണത്തിലെ ഏറ്റവും കേമമായിട്ടുള്ള ഏറ്റവും ദീപ്തമായിട്ടുള്ള വരികളായി വരരുചി രാജാവിൻ്റെ മുമ്പിൽ പിറ്റേ ദിവസം അവതരിപ്പിക്കുന്നത് പക്ഷികൾ പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്ന്. ഞാൻ പറയുന്നത് ഓരോ വ്യാഖ്യാനവും എങ്ങനെയാക്കി മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ള തരം ശക്തിയുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക് എന്ന് രാമായണവും ഭാരതവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കഥാപാത്രത്തിനെ എങ്ങനെയും വായിക്കാം നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് രാമനോട് എന്നും ചോദിക്കുന്ന ചോദ്യം, എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു സ്ത്രീ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് രാമനെ ആരാധിക്കുന്നത്? ഈ സീതയോട് കാട്ടിയ നിഷ്ഠുരത കണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എത്ര പേർ ഇവിടെ ഇരിക്കുന്നവർ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പല അമ്മമാരും കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ ഇമാതിരി തന്നെയുള്ള സംവാദങ്ങളിലോ എന്നോട് വന്ന് ചോദിക്കുന്നതാണ്, ടീച്ചറെ വായിക്കുന്നതൊക്കെ ശരി, അതെല്ലാം ശരി, പക്ഷെ രാമൻ ആ ചെയ്തതുണ്ടല്ലോ, അതും പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ അയ്യോ
ഒന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് സീസറിൻ്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്ന് പൗരാണികമായിട്ടുള്ള ഗ്രീക്കുകാർ ഉറക്കെ അത് പറഞ്ഞപ്പോൾ നമ്മളത് കേമാണെന്ന് പറഞ്ഞു. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം രാജരക്തം ശുദ്ധമായിരിക്കണം. ഭരിക്കുന്ന ഒരാളെ അംഗീകരിക്കണം പ്രജകൾ. ഇല്ല എന്നുണ്ടെങ്കിൽ രാജാവിന് പ്രസക്തിയില്ല. രാമൻ എന്ന് പറയുന്ന ആള് സീത അങ്ങ് പോയി എന്ന് വെച്ചോളൂ. രാവണൻ കട്ടുകൊണ്ട് പോയി. എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയില്ല. 3000-ൽ പരം മൈലുകൾ സഞ്ചരിച്ചു എന്നാണ് കഥ. എങ്ങനെ? ദുസ്സഹമായ വഴികൾ, സമുദ്രത്തിൽ അണകെട്ടി അക്കരെ പോയി സീതയെ കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നു. എന്തുകൊണ്ടാ? ഏകപത്നി വ്രതക്കാരനായിരുന്നു. ആലോചിച്ചുകൂടെ? എത്ര സ്ത്രീകളെ രാമന് കിട്ടും? ആരോ കൊണ്ടുപോയി. പോട്ടെ, എനിക്ക് വേറെ കാര്യമുണ്ടോ? 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാം. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മനസ്സിൽ ചേർത്ത് ഇവളല്ലാതെ മറ്റൊരുവളില്ല എന്ന് കരുതിയത് കൊണ്ടാകാം ഇത്ര ദുസ്സഹമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും അവിടുന്ന് കൊണ്ടുവന്നിട്ട് അങ്ങ് തിരസ്കരിക്കേണ്ടി വന്നു. കാരണം എന്താ? പ്രജകൾ പറയുന്നു ഇവളുടെ ഉദരത്തിലെ കുഞ്ഞ് നിന്റേതല്ല എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ഈ രാജ്യത്ത് രാജാവായി മാറിയാൽ അംഗീകരിക്കില്ല. ആ ധർമ്മം അങ്ങനെയാണ്. രാജാവിൻ്റെ ധർമ്മം അതാണ്. ഇനി ഉപേക്ഷിച്ചു എന്ന് വെച്ചോളൂ. ഉപേക്ഷിച്ചതിൻ്റെ പിറ്റേ ദിവസം കല്യാണം കഴിച്ചൂടെ വേറെ? കഥയിൽ ഏറ്റവും ഒടുവിൽ വരെ രാമൻ മറ്റൊരു സീതയെ വേട്ടതായി, മറ്റൊരു പെണ്ണിനെ വേട്ടതായി കഥയിൽ ചരിത്രമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇല്ല. പകരം രാജസൂയത്തിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഇത് രാജസൂയം വെറുതെ നടത്താൻ പറ്റില്ല, ഭാര്യാ പദവിയിൽ ഒരാളിരിക്കണം. നിങ്ങളുടെ അച്ഛന് സപത്നിമാരുണ്ടായിരുന്നല്ലോ, 3 പേര് തന്നെ ആധികാരികമായി ഉണ്ടായിരുന്നു, പിന്നെ 1000കണക്കിന് പേർ അന്തപുരത്തിലും ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഒരാളെ എടുത്തുകൂടാ? മറുപടിയായി രാമൻ ചെയ്തതെന്താ? സീതയെ കനക രൂപത്തിൽ ഉണ്ടാക്കി സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. കഥ നോക്കൂ, ഞാൻ പറയുന്ന കഥയല്ല, ഞാൻ ഉണ്ടാക്കുന്ന കഥയല്ല, കഥയാണ്. യഥാർത്ഥ സംഭവം അതാണ്. കനക രൂപത്തിൽ ഭാര്യയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്, സ്വർണശോഭയോടെ. രാജസൂയത്തിൽ എൻ്റെ അടുക്കൽ എൻ്റെ ഭാര്യ ഇരിക്കുമെങ്കിൽ അവിടെ ഒരു വിഗ്രഹമേ ഉള്ളൂ, അത് ഒരാൾ മാത്രം, അത് സീതയാണ്. ഇനിയോ തിരിച്ചു വന്നു, ലവകുശന്മാരെ മുമ്പിൽ കണ്ടു, ലവകുശന്മാരുടെ മുമ്പിൽ അമ്മയാണ് എന്ന തിരിച്ചറിവുണ്ടായി. വീണ്ടും അഗ്നിപ്രവേശത്തിന് വേണ്ടി ആവശ്യപ്പെടേണ്ടി വരുന്നു. കാരണം അങ്ങനെ അല്ലാതെ മാർഗമില്ല. അവൾ അന്തർധാനം ചെയ്തു ഭൂമിയിലേക്ക്. പഞ്ചഭൂത തത്വത്തിലേക്കാണ് രാമായണം വിരൽ ചൂണ്ടുന്നത്. ഭൂമിയിലേക്ക് ഒരാൾ പോയി എങ്കിൽ അടുത്തയാൾ സരയുവിലേക്കാണ് പോയത്, ജലത്തിലേക്ക് സമാധിയാവുകയാണ് ചെയ്തത് ശ്രീരാമചന്ദ്രദേവൻ. കുട്ടികളെ രാജ്യത്തിൻ്റെ അവകാശികളായി പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഒരു നിമിഷവും ജീവിച്ചില്ല. സീത അന്തർധാനം ചെയ്തു. സീത ഇല്ല എങ്കിൽ പിന്നെ രാമനില്ല എന്ന തീരുമാനം എടുക്കുക ചെയ്തത്. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് രാമനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന്. എത്ര ദുസ്സഹമായ വേദനയോടുകൂടി തന്നെ ആയിരിക്കാം തൻ്റെ ധർമ്മം നിർവഹിച്ച് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് തനിക്ക് പേഴ്സണലായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിന് 2ാം കിട സ്ഥാനം മാത്രം കൊടുത്തുകൊണ്ട് ഒന്നാമതായി മുന്നിൽ രാജ്യത്തിനെ നിർത്താൻ ഒരു രാജാവിന് സാധിച്ചുവെങ്കിൽ ആ രാജ്യത്തെ തന്നെയല്ലേ രാമരാജ്യം എന്ന് പറയേണ്ടത്. എങ്ങനെയാണ് ഒരു രാജ്യത്തിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പൂർവ്വസൂരികൾ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കൃത്യമായിട്ടാണ് പ്രജകൾക്ക് മുമ്പിൽ സ്വയം സമർപ്പിതനായി ഒരു രാജാവ് നിൽക്കുമ്പോൾ രാജധർമ്മം രാജധർമ്മത്തിനെ നമ്പർ 1 ആക്കി നിർത്തുമ്പോൾ അതാണ് ഭരണം എന്ന് പറഞ്ഞു വെക്കുന്നു. ഇതാണ് രാമനും സീതയുമായിട്ടുള്ള ബന്ധം. ഇനി ആലോചിക്കൂ, സാഹോദര്യം. ഞാൻ നേരത്തെ സുമിത്രയെ പറ്റി ഭാര്യ എന്നും അമ്മ എന്നും ഒന്ന് വ്യാഖ്യാനിച്ചു. ഇങ്ങനെ തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതിനകത്തെ സാഹോദര്യങ്ങൾ. ഇതിനകത്ത് അരുതുകളും ആകാമുകളും ചേർത്ത് വെക്കുന്നുണ്ട്. ഏതിൻ്റെ കാര്യത്തിലും? സാഹോദര്യത്തിൻ്റെ കാര്യത്തിലും. ഏതൊക്കെ സഹോദരന്മാരെയാണ് പറയുന്നത്? ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ. അതുപോലെ തന്നെ അപ്പുറ സൈഡിലും 4 പേര് നിൽപ്പുണ്ട്, സീതയും ഊർമിളയും ശ്രുതകീർത്തിയും മാണ്ഡവിയും. അവർ തമ്മിൽ അത്ര ചേർച്ചയുണ്ട്, അതുപോലെ തന്നെ ചേർച്ച നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും അറിയാവുന്ന ബന്ധം. പക്ഷേ വേറെ 2 പേരുണ്ട്, അത് കിളികളാണ്, പക്ഷികളാണ്, ജടായുവും സമ്പാദിയും. 2 കുരങ്ങന്മാരുണ്ട്, ബാലിയും സുഗ്രീവനും. 2 അസുര സ്വഭാവമുള്ളവരുണ്ട്, രാവണനും വിഭീഷണനും, അല്ലെങ്കിൽ രാവണനും കുംഭകർണനും. സഹോദരന്മാരെ പല വിധത്തിലാണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത് രാമായണത്തിൽ. നോക്കിക്കാണണ്ടേ? മനുഷ്യർ മാത്രമല്ല, പക്ഷികൾ. ആ പക്ഷികളുടെ പ്രത്യേകത എന്താ? ആരാ ഏറ്റവും ഉയരത്തിൽ പറക്കുക എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടത്തി. ഏറ്റവും ഉയരത്തിലേക്ക് ജടായു പറന്നപ്പം സമ്പാദി പറഞ്ഞു, പോവല്ലേ, അവിടെ കരിഞ്ഞു പോകും, അത്രയും ദൂരത്തിൽ പോവരുത്. കേൾക്കാതെ ജടായു പൊങ്ങിപ്പറന്നപ്പോൾ ജടായുവിനെ രക്ഷിക്കാനായിട്ട് സമ്പാദി അതിന് മേൽ പറന്നു. സമ്പാദിക്ക് അറിയാൻ കരിഞ്ഞു പോകുന്നു.
കാരണം എന്താ? ഉറക്കെ വിളിച്ചു പറഞ്ഞു, പക്ഷെ അനിയൻ കേൾക്കുന്നില്ല. അപ്പോൾ അനിയന് കുടയായി നിന്നു, സ്വയം സമർപ്പിച്ചു. അതിനപ്പുറം ഒരു സഹോദരൻ എന്താ ചെയ്യാൻ പറ്റുക? ടി വിയുടെ റിമോട്ട് കൺട്രോൾ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ കലഹം മൂത്തിട്ട് അമ്മിക്കല്ലെടുത്ത് അനിയൻ്റെ തലക്കിടിച്ചു കൊന്നു, അല്ലെങ്കിൽ ചേട്ടൻ്റെ തലക്കിടിച്ചു കൊന്നു എന്ന പത്രവാർത്തകൾ പ്രചുരത്തിൽ നിൽക്കുമ്പോഴാണ് അനിയന് വേണ്ടി ചിറക് വിരിച്ചു കൊടുത്ത് കരിഞ്ഞ് ഭൂമിയിൽ എവിടെയോ അന്തർധാനം ചെയ്തു പോയ സമ്പാദി തെളിമയോടുകൂടി രാമായണം നമ്മുടെ മുമ്പിൽ പിടിച്ചു നിർത്തുന്നത്. സഹോദരനാകണമെങ്കിൽ ഇത്തരം സഹോദരനാകണം. ആകാം. അതുകൊണ്ട് തന്നെയാണ് ജടായുവിന് മംഗലം കൊടുക്കുന്ന വേളയിൽ രാമൻ ജടായുവിൻ്റെ മുമ്പിൽ വരികയും അവിടെ വെച്ച് ചടയമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലവും തന്നെ നമുക്കുണ്ട്. അവിടെ ജടായു പാറയും ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിയായിട്ട് അത് മാറുകയും ഒക്കെ ചെയ്തു. സന്ദർശിക്കാൻ സാധിക്കുമെങ്കിൽ കാണേണ്ട കാഴ്ചകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ ജടായുവിന് മംഗലം കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് മാത്രം മംഗലം തന്നാൽ പോരാ എന്ന് പറഞ്ഞ് ജടായു ചോദിക്കുന്ന ഒരു രംഗവും കൂടിയുണ്ട്. സായുജ്യം കിട്ടുന്നുണ്ട് എനിക്ക്, പക്ഷേ മറക്കാതെ ചേർത്ത് വെച്ചിരിക്കുന്നു. എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ പറ്റിയില്ല. എനിക്കായി സ്വയം സമർപ്പിച്ച എൻ്റെ ഏട്ടൻ മംഗലം എനിക്ക് തരുമ്പോൾ, സായുജ്യം എനിക്ക് തരുമ്പോൾ എൻ്റെ ഏട്ടനും കൂടെ കൊടുക്കണേ എന്ന് ചോദിക്കുന്നത് ഒരു കിളിയാണ്. ആ കിളി നമ്മുടെ മുമ്പിൽ രണ്ട് സഹോദരന്മാരെ നിർത്തിത്തരുന്നു. എങ്ങനെയാകണം സഹോദരന്മാർ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് രാമായണം എന്ന് പറയുന്ന ദർപ്പണം കണ്ണാടിയെടുത്ത് മുമ്പിൽ ഒന്ന് നോക്കൂ, നീ എത്തരക്കാരിയായിട്ടുള്ള സഹോദരിയാണ്, സഹോദരനാണ് എന്നൊന്ന് നോക്കൂ. അപ്പോഴാണ് രാമായണം സാർത്ഥകമാവുന്നത്. ഇനി ബാലിയും സുഗ്രീവനും തമ്മിൽ പിരിയില്ല, അതുപോലെ സ്നേഹമുള്ളവർ. കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം ബദ്ധശത്രുക്കളായി മാറി ഒരാൾക്ക് ഒരാളുടെ മരണത്തിന് ഹേതുവായി മറ്റൊരാൾക്ക് മാറേണ്ടിയും വന്നു. നോക്കൂ, ജീവിതമെന്ന് പറയുന്നത് എത്ര ചേർച്ചയുണ്ടെങ്കിലും ആ ചേർച്ചയ്ക്കിടെ ഇടയിൽ ഒരു അബദ്ധമുണ്ടായാൽ മതി, ഒരു തെറ്റിദ്ധാരണ വന്നാൽ മതി, രണ്ടായി പിളർന്നു പോകും എന്ന ബോധ്യം രാമായണം നമുക്ക് തരുന്നു ബാലി സുഗ്രീവന്മാരിലൂടെ. മായാവി എന്ന അസുരൻ ഓടി വരുന്നു, അവരെ യുദ്ധം ചെയ്ത് പോകുന്നു, മായക്കാഴ്ചകൾ പലതും കാണിക്കും. അതുകൊണ്ട് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ അവനെ കൊല്ലാനായി പോവുകയാണ്, അവിടെ നിന്ന് ഒഴുകി പുറത്തേക്ക് വരുന്നത് വെള്ളരക്തമാണ് എന്നുണ്ടെങ്കിൽ അവൻ മരിച്ചതായി വിചാരിക്കാം, നമുക്ക് രക്ഷപ്പെടാം. ചുവന്ന രക്തമാണെങ്കിൽ ഓർക്കുക, ഞാൻ കൊല്ലപ്പെട്ടു, പിന്നെ കിഷ്കിന്ധയിലേക്ക് അവൻ വരാൻ പാടില്ല, ദേ ഇരിക്കുന്ന ഈ വലിയ കല്ല് വെച്ച് ഗുഹാമുഖം അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബാലിയാത്തേക്ക് കയറുന്നു. മായാവിദ്യക്കാരനായിട്ടുള്ള രാക്ഷസൻ പുറത്തേക്ക് ചോന്ന രക്തം തന്നെ ഒഴുക്കി വിടുന്നു. കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് എങ്ങനെയൊക്കെയോ കല്ലിനെ ഉരുട്ടി തള്ളി വെക്കുന്നു സുഗ്രീവൻ. തിരിച്ച് കിഷ്കിന്ധയിലെത്തി തൻ്റെ സഹോദരനില്ലാത്ത കിഷ്കിന്ധ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സുഗ്രീവനോട് ചേർത്ത് പിടിച്ചിട്ട് മന്ത്രിയായിട്ടുള്ള ഹനുമാൻ തന്നെ പറയുന്നു, സാരില്ലെന്നേ, ഇനി നീ രാജാവാകൂ. അങ്ങനെ എല്ലാവരുടെ നിർബന്ധപ്രകാരം തന്നെ രാജാവാകുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷമാണ്, യുദ്ധത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നത് കണ്ടു. ശേഷമൊക്കെ നമുക്കറിയാം. ഋഷ്യമുഖാചലത്തിൽ, അതായത് ബാലികേറാ മലയിൽ ഓടിപ്പോവേണ്ടി വരുന്നു സുഗ്രീവന്. ബാക്കി എല്ലാ സ്ഥലത്തും അതും ഇപ്പറഞ്ഞ പോലെ ഒരു ലക്ഷ്മണരേഖയാണ് കേട്ടോ. ഇവിടെ നിനക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്ന വരകളാണ്. ഇപ്പോൾ നമ്മൾ പ്രളയത്തിൻ്റെ കെടുതികൾ പല ഇടത്തും നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ, സംസ്ഥാനം മാത്രമല്ല അസമിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും നമ്മുടെ സംസ്ഥാനം പറയാം, നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ കാണുമ്പോൾ ആലോചിക്കണം, മലകളെല്ലാം വരകളാണ്. അതെല്ലാം കയറി ആക്രമിച്ച് ഇല്ലാതെയാക്കി അതെല്ലാം നമ്മുടെ മേലിലേക്ക് വന്ന് വീണ് ശരിക്കും ഭൂമിയിൽ സമാധിയാകുന്ന മനുഷ്യരും മൃഗങ്ങളും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു തതിയെ കാണുമ്പോൾ ആലോചിക്കണം, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചില കേറാമലകളെപ്പറ്റി നമുക്ക് ബോധ്യം തന്നിട്ടുണ്ട് രാമായണം. എന്തായാലും ഈ രണ്ട് സഹോദരന്മാരും പിൽക്കാലത്ത് രുമയെ സ്വന്തമാക്കാനും കൂടെ ചെയ്തു. അരുതാത്തതായിട്ടുള്ള മറ്റൊരു കർമ്മവും കൂടെ ചെയ്തു നമ്മുടെ ബാലി. രുമ സുഗ്രീവൻ്റെ ഭാര്യയാണ്. അനുജൻ്റെ ഭാര്യ ആരാണ്? മകളാണ്. അത് കാട്ടിത്തരുന്നുണ്ട് രാമൻ. നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി വരുമ്പോഴേക്കും ഒരാളുടെ മുമ്പിൽ മാത്രമേ രാമൻ മുഖം കുനിക്കുന്നുള്ളൂ. അത് ഊർമിളയുടെ മുമ്പിലാണ്. കാരണം ബാക്കി എല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ജീവിക്കുന്നത്. ഒരുവൾ മാത്രം തൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, പുറത്തെവിടെയോ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെയാണ് ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതനും ശത്രുഘ്നൻ്റെയും കൂടെ താമസിക്കുന്നത്. അവർ ഒരുമിച്ചാണ്. പഞ്ചവടിയിലെ പോലെ ആശ്രമത്തിലാണ് സീതയും രാമനും താമസിക്കുന്നത്. പക്ഷേ കാവൽക്കാരനായി ലക്ഷ്മണൻ അവിടെ നിൽക്കുന്നത് പോലെ ഈ മൂന്നമ്മമാർക്കും കാവൽക്കാരിയായിട്ട് ഒരുവൾ വൃത്തി എന്നോണം
തൻ്റെ വിരഹമെല്ലാം മറന്ന് ജോലിയിൽ ഏർപ്പെടുന്ന ഒരുവളുണ്ട്, അതാണ് ഊർമിള. കരുത്തുറ്റ കഥാപാത്രങ്ങളുണ്ട് രാമായണത്തിൽ. അങ്ങനെ നോക്കി വായിക്കണം അതിനെ. ഊർമിളയുടെ മുമ്പിൽ മുഖം കുനിച്ച് നിൽക്കുന്ന ശ്രീരാമചന്ദ്രദേവനോടായി, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഊർമിളയോടായി രാമൻ വിതുമ്പുന്ന സ്വരത്തിൽ ചോദിക്കുന്നു എന്നൊരു രാമായണ ഭാഷ്യമുണ്ട്. ഒരു രാമായണം എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. ലക്ഷോപലക്ഷമുള്ളതിലെ ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പോകാൻ നേരത്ത് എൻ്റെ അടുക്കലേക്ക് ലക്ഷ്മണൻ വന്നായിരുന്നു. അന്ന് ഞാൻ ചോദിച്ച വരമാണ്, അവിടുന്ന് എൻ്റെ അടുക്കലില്ല എന്നും ആ വിരഹം എനിക്ക് അനുഭവിക്കാനും തോന്നരുത്. ആ അനുഗ്രഹമാണ് എനിക്ക് തരേണ്ടത്. അങ്ങനെ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അദ്ദേഹം എൻ്റെ അടുക്കലില്ല എന്ന് ഈ 14 വർഷവും എനിക്ക് തോന്നിയതേയില്ല. ഇത്ര കരുത്തുള്ളതാണ്. അപ്പം നോക്കൂ, മകളെ പോലെയാണ് രാമൻ കാണുന്നതെങ്കിൽ രുമയെ ബാലി കാണേണ്ടത് എങ്ങനെയാണ്? മകളെ പോലെയാണ്. പക്ഷെ അവളെ ഭാര്യയാക്കി വെച്ചു. ഒറ്റ ദേഷ്യം. രാജ്യത്തുടനീളം നോക്കിക്കോളൂ, സംഘർഷങ്ങളും ദുഃഖങ്ങളും, എവിടെയൊക്കെ യുദ്ധങ്ങളും ഉണ്ടാകുന്നോ അവിടെ മുഴുവൻ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീ ശരീരങ്ങളാണ്. ചെറുതോ വലുതോ ആവട്ടെ, എല്ലാ യുദ്ധത്തിനും. കാരണം എന്താ? ഒരാണിനെ തോൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അവൻ്റെ അമ്മയെ, ഭാര്യയെ, പെങ്ങളെ, മകളെ ഉപദ്രവിക്കുകയാണ്. അല്ലേ? നോക്കൂ, ഏത് കഥകൾ നമ്മൾ നോക്കിയാലും കാണാം, യുദ്ധങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നത് പെണ്ണാണ്, പെൺ ശരീരങ്ങളാണ്. അപ്പോൾ രുമയുടെ മേലിൽ ഉള്ള ബാലിയുടെ അതിക്രമം താര എന്ന് പറയുന്ന പഞ്ചകന്യ രത്നത്തിന് പോലും തടുക്കാൻ സാധിച്ചില്ല. മണ്ഡോദരിക്ക് തടുക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ വിനാശകാലേ വിപരീത ബുദ്ധി. അരുതുകളുടെ ഭാഷ്യമാണ് രാമായണം പറയുന്നത്. അതുകൊണ്ട് ബാലിക്ക് മരണം കൊടുക്കാതെ മാർഗമില്ല ചെയ്ത തെറ്റിന്. ഈ ചെയ്ത തെറ്റിൻ്റെ ഭാഗം എന്നോണം 2 സഹോദരന്മാരെ നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട്. തെറ്റിദ്ധാരണ സാഹോദര്യത്തിന് വലിയ വിലങ്ങ് തടിയാണ് എന്ന് രാമായണം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെയുള്ള സഹോദരന്മാർ വിഭീഷണനും രാവണനുമാണ്. രാവണനെ പറ്റി പ്രത്യേകം പറയാതെ വയ്യ എനിക്ക്. രാമനേക്കാൾ 100 തവണ അല്ലെങ്കിൽ 100 മടങ്ങ് മിടുക്കനാണ് രാവണൻ. ബ്രാഹ്മണനാണ് ഒന്ന്. അതിദ്രുതന കവിത്വമുണ്ട്. അതായത് പൊടുന്നനെ പെട്ടെന്ന് തന്നെ കവിതകൾ ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൈലാസോദ്ധാരണം നടത്തുകയും കൈലാസം ഭഗവാൻ പെരുവിരൽ ഉയർത്തിയപ്പോൾ കൈലാസം കൊണ്ട് തൻ്റെ പെരുവിരൽ അമർന്നു പോയപ്പോൾ, കൈലാസത്തിന് അടിയിൽ അമർന്നു പോയപ്പോൾ ഉറക്കെ ജടാടവികളജ്വല എന്ന് പറയുന്ന ഗൗരവമായിട്ടുള്ള ശിവസ്തുതി അപ്പോൾ ചൊല്ലാൻ പറ്റിയത്, അന്നേരം തന്നെ ചൊല്ലാൻ പറ്റിയത്. ഡമരു വായിക്കുന്നത് കേട്ടാൽ പലയിടത്തും പറയുന്നത് അങ്ങനെയാണ് കഥ. ഞാനത് കൈലാസ ഭൂവിൽ ദൃശ്യമാവുകയും എനിക്ക് കാണാനുള്ള ഭാഗ്യവും കൂടെ ഉണ്ടായി. എന്നെ കൊണ്ടുപോയ സമതി ഗുരു ഇങ്ങനെ പറഞ്ഞു തരികയും ചെയ്തു. നോക്കൂ, ദക്ഷിണ ധ്രുവത്തിലെ, ദക്ഷിണ ദിക്കിലെ, കൈലാസത്തിന് 4 മുഖങ്ങളുണ്ടല്ലോ, അതിലെ ദക്ഷിണമാണ്. അഗസ്ത്യൻ ഇങ്ങോട്ടേക്ക് വന്നു. ആദിഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ 7 പേരിൽ സപ്തർഷികളിൽ 7ാമനായിരിക്കുന്ന അഗസ്ത്യനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ദക്ഷിണ ദിക്കിനെ ആത്മീയ വീര്യം, ഊർജം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്കൊന്ന് നോക്കൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഡമരു ഉരഞ്ഞ് താഴോട്ട് വീഴുന്ന. ഒന്ന് ആ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കൈലാസത്തിൻ്റെ ചിത്രം ഒന്ന് നോക്കൂ കേട്ടോ. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ രാമായണത്തിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെയും നമ്മുടെ കൃതികളുടെയും ഒക്കെ അതിൻ്റെ സജീവമായിട്ടുള്ള ഒരു ജനറേറ്റീവ് കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വെറും ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം കണ്ടിട്ടുള്ളവർക്കറിയാം. ഡമരു അങ്ങനെ നെഞ്ചിൽ വെച്ച് വാദിച്ച് രാവണൻ കയറി പോയി. ശിവനാണെങ്കിൽ താണ്ഡവം ആടാനും തുടങ്ങി, നൃത്തത്തിൽ നിന്നും. അപ്പം ഓരോ സ്റ്റെപ്പും കയറി വരുമ്പോഴേക്കും പാർവതി പറയും, ദേ പിന്നെയും കയറി വരുന്നുണ്ട് കേട്ടോ, ഇങ്ങ് കയറി. ആര് കേൾക്കാൻ? കാരണം അതുപോലെ ഗംഭീരം 64 കലകളിലും അതിനിപുണനാണ് രാവണൻ ഡമരു വായിച്ചാൽ ശിവനല്ല മറ്റാരും നൃത്തം ചെയ്തു പോയും അതുപോലെയാകും. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ മേളിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇനി പറ്റില്ല എന്ന് തോന്നിയ ഒരു നിമിഷമാണ് പാർവതി ഒറ്റ ഒന്ത് കൊടുത്തു എന്നാണ് കഥ. ഒരു കഥ, 1000 കഥകൾക്കകത്ത് ഒരു കഥ. അങ്ങനെ ഒന്ത് കൊടുത്തപ്പോൾ ഒരഞ്ഞിങ്ങ് താഴോട്ടങ്ങ് വീണു. ആ ഉരഞ്ഞ് വീഴുന്ന ആ ദൃശ്യം നമ്മൾ കൈലാസത്തിൻ്റെ ചിത്രങ്ങൾ, ഏറ്റവും പ്രചുരത്തിലുള്ള കൈലാസത്തിൻ്റെ ദക്ഷിണ ദിക്കിൻ്റെ ദക്ഷിണമുഖത്തിൻ്റെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് ഭാരതീയത. കണ്ണുകൾ കൊണ്ട് കാണുകയല്ല, മനസ്സുകൊണ്ട് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാഴ്ചകൾ എന്ന് പറയുന്നത് അകക്കാഴ്ചകളായിട്ട് മാറുന്ന തരം ദീപ്തബിംബങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ട ശക്തിയുണ്ട് ഭാരതത്തിന്, നമ്മുടെ സംസ്കാരത്തിന്. അതിനെ ചടുലമാക്കി തന്നെ വെക്കേണ്ടതുണ്ട് നാം. ഞാൻ പറഞ്ഞു വന്നത് രാവണൻ്റെ മിടുക്കിനെ പറ്റിയാണ്. ഇത്ര മിടുക്കനായിട്ടുള്ള രാവണൻ്റെ ഒപ്പം ഏറ്റവും കേമിയായിട്ടുള്ള പഞ്ചകന്യമാരിൽ ഒരാളാണ് മണ്ഡോദരി. മണ്ഡോദരി ചെയ്യരുതേ രാവും പകലും പറഞ്ഞുകൊണ്ടേയിരുന്നു.
എത്ര തവണ പറഞ്ഞിട്ടും നടന്നില്ല. പക്ഷെ എന്നിട്ടും അവളുടെ പറച്ചിൽ നിർത്തിയില്ല. കൂട്ടത്തിൽ കുംഭകർണൻ ഉണ്ടായിരുന്നു. 6 മാസക്കാലം ഇന്ദ്രാവത്വം ആഗ്രഹിച്ചിട്ട് നിദ്രാവത്വം കിട്ടിപ്പോയ ആൾ. ഇന്ദ്രനെ വെല്ലണം എന്നാണ് വിചാരിച്ചത്. വികട സരസ്വതി അപ്പം നാവിന്മേൽ കയറി നിദ്രാവത്വം എന്നായിപ്പോയി. തഥാസ്തു എന്ന് പറയുമ്പോൾ തന്നെ കൂർക്കം വലിക്കാനും തുടങ്ങി. പിന്നെ ഒരു അനുഗ്രഹം കൊടുത്തു, 6 മാസക്കാലം ഉറങ്ങാം, ഇതിനിടയിൽ ആരെങ്കിലും ഉണർത്തിയിട്ടുണ്ടെങ്കിൽ മരണം ഫലം. എത്ര ഉത്തമനായിട്ടുള്ള സഹോദരനാണെന്ന് ആലോചിച്ച് നോക്കൂ. യുദ്ധത്തിൽ എല്ലാവരും വീരന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കുംഭകർണനെ ഉണർത്തുന്നു. ഇത്തവണ ഞാൻ ഉണർന്നെണീറ്റാൽ യുദ്ധത്തിന് പോയാൽ മരണം അറിയാം, പക്ഷേ എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ യുദ്ധത്തിൽ പോകും. സഹോദരനാണ്, അസുര സ്വഭാവമുള്ള സഹോദരനാണ്. പക്ഷേ സഹോദര്യം എങ്ങനെ കാണിച്ചു തരുന്നു രാമായണം. മറ്റൊരു സഹോദരനുണ്ട്, വിഭീഷണൻ. അരുതേ 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 എന്ന് പറഞ്ഞിട്ട് ധർമ്മപാതയിലേക്ക് കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് യാതൊരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോഴേക്കും ഇനി ഞാനില്ല എന്ന് പറയുന്നു. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലും ഇത്തരം ആൾക്കാരുണ്ടാവും. നമ്മൾ കൂടെ നടന്ന് കൊള്ളൂല ചെയ്യല്ലേ 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 എന്ന് പറയും. എന്നിട്ടോ എന്നാലും ചെയ്യും. അവസാനം ഒരു ഘട്ടമെത്തും, നമ്മളും കൂടെ മുങ്ങും എന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. വിഭീഷണൻ കാട്ടിത്തരുന്നുണ്ട്. എന്താ അത്? വിട്ടുകളയ്. നോക്കൂ രാമായണം പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്ന്. ഇപ്പറ വന്നു, നന്മയുടെ ചേരിയിലാണ് ഞാൻ. ആരാണെങ്കിലും എനിക്കെതിരെ തിന്മയാണ് നിൽക്കുന്നതെങ്കിൽ തിന്മയുടെ ഒപ്പം ഞാൻ നിൽക്കില്ല എന്ന് വിഭീഷണനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു സഹോദരൻ ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പം സഹോദര്യം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട് രാമായണം. ഇങ്ങനെ ആകാമെന്നും ഇങ്ങനെ ആകരുതെന്നും പറഞ്ഞുകൊണ്ട്. ഇത് സഹോദരൻ്റെ ധർമ്മമാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഓരോ ബന്ധങ്ങളെയും കാട്ടിത്തരുന്നത്. അച്ഛൻ എങ്ങനെയാകണമെന്നും അച്ഛൻ എങ്ങനെ ആകരുതെന്നും ദശരഥൻ കാട്ടിത്തരുന്നുണ്ട്. മകൻ എങ്ങനെയാകാമെന്നും മകന് അബദ്ധം സംഭവിക്കാവുന്ന കൃത്യങ്ങളിൽ അവൻ ഇടപെടരുതെന്നും പലരും കാട്ടിത്തരുന്നുണ്ട് ഇന്ദ്രജിത്തിൻ്റെ രൂപത്തിൽ. ഇനിയോ ഭാര്യ എങ്ങനെ വേണമെന്നും ഭാര്യ എങ്ങനെ ആകരുതെന്നും പലരും കാട്ടിത്തരുന്നുണ്ട്. ഏത് രൂപത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും രാമായണം സമ്പൂർണ്ണമാണ് എന്നാണ് എൻ്റെ ഭാഷ്യം. അതിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളല്ല, നമുക്ക് പറയാൻ വയ്യാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള പാഠം. കാരണം ഇത് എഴുതിയത് ആദികവിയാണ്. ആദികവിയുടെ ഉൽപ്പത്തി തന്നെ ആലോചിച്ച് നോക്കൂ. രത്നാകരൻ എന്ന് പറയുന്ന വെറും ഒരു കാട്ടാളനായിട്ടുള്ള അവരൻ്റെ ദ്രവ്യം മുഴുവൻ കട്ടുമുടിക്കുന്ന ഒരാൾ, പൊടുന്നനെ അവനിൽ ഒരു ഭാവാവേശം ഉണ്ടാകുന്നു. എങ്ങനെ ഉണ്ടാകുന്നു? സപ്തർഷികൾ പറഞ്ഞു കൊടുത്തു, അവനോൻ ചെയ്യുന്നതിന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നതേ എന്നേ വരൂ. വലിയ പാഠാണത്. കർമ്മം എന്ന് പറയുന്നതിനെ ലോകത്തിൻ്റെ നമ്പർ 1 ആക്കി വെച്ചുകൊണ്ട് ഇപ്പോഴും യൂറോപ്യൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളിലൊക്കെ നിങ്ങളൊന്ന് കയറിയാൽ യൂറോപ്യൻസ് പറയുന്നത് കേൾക്കും, വാക്ക് കർമ്മ എന്ന്. കേട്ടിട്ടുണ്ടോ? ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഭാഷ്യങ്ങൾ, നമ്മുടെ നാടിൻ്റെ സത്ത, നമ്മുടെ നാടിൻ്റെ ജ്ഞാനസമ്പത്ത് എങ്ങനെയാണ് എല്ലാവരെയും ഹൃദയത്തിൽ പോയി സ്പർശിക്കുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലും എന്നതിൻ്റെ രേഖപ്പെടുത്തലാണ്. ഗീതയിലാണ് ഭഗവാൻ കർമ്മം, കർമ്മഫലം, കർമ്മഫലേച്ഛ കൂടാതെയുള്ള കർമ്മം, കർമ്മമൗഢ്യം ഇങ്ങനെയുള്ള പദങ്ങൾ വെച്ചിട്ട് കർമ്മത്തിനെ വെച്ച് കളിക്കുന്നത്. എങ്ങനെയാണ് ഇടപെടലുകൾ നടത്തുന്നത് എന്ന് എന്നോടും നിങ്ങളോടുമായി ഭഗവാൻ പറയുന്നത്. ആ കർമ്മം വെച്ച് തന്നെയാണ് ഭാരതം ഇന്ന് ലോകത്തിനോടായി പറയുന്നത്, നീ എന്ത് ചെയ്യുന്നോ അത് നിനക്ക് കൊയ്യാതെ പറ്റില്ല. അപ്പോൾ കുറേ നാളൊക്കെ കുറേ പേരെയൊക്കെ കബളിപ്പിച്ച് നമുക്ക് നിർത്താൻ പറ്റും, ഇല്ലേ? പറ്റും. അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്തും എനിക്ക് അത്ര ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മുമ്പിൽ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്ര നീചനാണ്, ഇത്രയും വളരെ ദുസ്സഹമായിട്ടുള്ള സ്വഭാവവിശേഷമുള്ള ഒരാളാണ് എന്ന തിരിച്ചറിവിൽ ഞാനിങ്ങനെ വായും പൊളിച്ച് നിന്നുപോയി. ഇത്രയും എൻ്റെ ജീവിതത്തിൻ്റെ പാതിഭാഗം പിന്നിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു പാഠം തന്നത്. അപ്പോഴോ കാണാം നമുക്ക് കർമ്മത്തിൻ്റെ ഫലം എങ്ങനെ വരുന്നുവെന്ന്. നമ്മൾ നോക്കി നിന്നാൽ മാത്രം മതി. ഇനി സംഭവിക്കാതിരിക്കട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ധർമ്മം. കാരണം എന്താ? ആ കർമ്മമൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ചില പാശങ്ങൾ എന്നെയും നിങ്ങളെയും ചുറ്റി വരിഞ്ഞ് നിൽക്കേണ്ടതുണ്ട്. അതെല്ലാം അറുത്ത് മാറ്റുന്നതാണ് ദുഃഖങ്ങളിലൂടെ ഞാനും നിങ്ങളും ചെയ്യുക. അത് തപസ്സാക്കി മാറ്റുക. ആ ദുഃഖം ഇങ്ങോട്ട് തന്നു, നന്നായി ഭഗവാനെ. കാരണം എന്താ? എത്രയോ ജന്മത്തിലെ കർമ്മമാണെന്നേ ഞാൻ തീർക്കുന്നത്, എൻ്റെ ഈ കണ്ണീരൊലിപ്പിച്ച് ഞാൻ കളയുന്നത്. അങ്ങനെ ഒന്ന് നോക്കിക്കണ്ടേ. ഒരു ദുഃഖത്തിനും നമ്മളെ തളർത്താൻ പറ്റില്ല. കാരണം സഞ്ചിത പാപം പേറിയാണ് ഞാനും നിങ്ങളും നടക്കുന്നത്. ഈ ജന്മത്തിൽ മുജ്ജന്മത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ മുഴുവൻ ഭാണ്ഡം
ആ ഭാണ്ഡത്തിലെ 1, 2, 3 ഒക്കെ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ വിധി തന്നെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ കണ്ണീര് കൊണ്ട്, നമ്മുടെ വിഷമതകൾ കൊണ്ട്, നമ്മുടെ പ്രതിസന്ധികൾ കൊണ്ട്. പോട്ടേന്നേ ഇച്ചിരി കഴിയുമ്പോഴോ ഈ തോളിന് ഭാരം ഒത്തിരി കുറയും. അപ്പോഴാണ് മോക്ഷം. ഇതൊക്കെ അറ്ററ്റ് പോകാനാണ് ഇത്തരം വ്യക്തികളെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. നമുക്ക് മോക്ഷത്തിലേക്കായിട്ടുള്ള യാത്ര സുഖകരമാക്കി തരുന്നത് ഇവരാണ്. അതുകൊണ്ട് അവരോട് നന്ദിയുള്ളവരായിരിക്കുക. മനസ്സ് തുറന്ന് തന്നെ അവർക്ക് സമർപ്പിക്കുക. കൊള്ളാം കേട്ടോ, നന്മ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്നെ രക്ഷിച്ചതിന്. അല്ലാതെ എനിക്ക് പറ്റില്ല. അല്ലാതെ ഞാനിങ്ങനെ അങ്ങ് സന്തോഷിച്ചിങ്ങനെ അങ്ങ് നടക്കും. അവിടെ എനിക്ക് പറയുന്ന കർമ്മപാശ മറുക്കാനുള്ള അവസരമില്ല. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കി തന്നു, താങ്ക് യു. കൃത്യതയോടുകൂടിയാണ് പറയുന്നത്. അപ്പം ഈ കർമ്മത്തിൻ്റെ ഫലം പറഞ്ഞു വെച്ചിരിക്കുന്നു രത്നാകരനോട്. രത്നാകരൻ വിചാരിച്ചെന്താ, ഇതെല്ലാം കൊണ്ടൊന്ന് ഇവറ്റകൾ ഭുജിക്കുമല്ലേ, ഞാൻ കട്ടുകൊണ്ടുവരുന്ന മുതലൊക്കെ ഇവരും തിന്നുന്നില്ലേ, അപ്പം പപ്പാദീശ നീ കട്ടാൽ നിനക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ദേ എന്താ ചെയ്യുക. അപ്പോഴാണ് രത്നാകരനൊരു ബോധ്യമുണ്ടായത്. ഇന്നാട്ടിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വാചകം ഇതാണ്, ആ മരം ഈ മരം. കാരണം അവൻ കഴിവില്ലാത്ത ആളാണ്, അറിവില്ലാത്ത ഒരാളാണ്, ജ്ഞാനിയല്ല, പാമരനാണ്. അതുകൊണ്ട് നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന വാക്ക് ഇയാൾക്ക് രാമ ഉച്ചരിക്കാൻ അറിയില്ല. അതുകൊണ്ട് അയാളോട് ആ മരം ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് വേഗം പറയുമ്പം രാമ ജപിച്ചോളം പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരുത്തി സപ്തർഷികൾ, അഗസ്ത്യൻ പ്രത്യേകിച്ച്. ഇതാണ് കഥ. ഇതിനെ ഞാൻ അയോധ്യ ദർശനത്തിനായിട്ടൊന്ന് പോയപ്പോഴേക്കും 3-4 തവണ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. സരയൂ ആരതി ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. സരയൂ നദിയിലേക്ക് ഇങ്ങനെ സ്പർശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാനെ രാമൻ ഇവിടെ ആണല്ലോ എന്ന് സ്മരിച്ചിട്ട് സ്പർശിച്ചപ്പോൾ ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എനിക്ക് അത്രയും അനുഭവം ഉണ്ടാവുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അത് സന്നിവേശിപ്പിക്കാൻ സാധിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സരയൂ ആരതി കാണുകയോ രാമൻ്റെ ഇടങ്ങളിലേക്ക് പോവുകയോ ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ ഗൈഡ് ഹിന്ദിക്കാരനാണ്. അയാൾ പറയുന്ന വാക്കാണ് എന്നെ അമ്പരപ്പിച്ചത്. അയാൾ പറയുന്ന വാക്ക് മര എന്ന വാക്കാണ് പറഞ്ഞു കൊടുത്തത്. രാമ എന്ന് പറയാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് മര. ഹിന്ദിയിൽ മര എന്ന് പറഞ്ഞാൽ മരണമാണ്, മരിക്കുക. അപ്പം മര നോക്കൂ. അപ്പോൾ ആമരം ഈ മരം എന്ന് പറയുന്ന നമ്മുടേത് ഒരു പ്രകൃതി ദർശനമാണ് നമുക്ക് തരുന്നത്. കണ്ടോ, മരത്തിനെ ചൂണ്ടിക്കാട്ടി കാട്ടാളനായിട്ടുള്ള ഒരു യുവാവിനോട് അത് ഇത് അവനറിയാവുന്ന ഒരു ബിംബം കാട്ടിക്കൊടുത്ത് പ്രകൃതി എന്ന് പറയുന്ന പാഠമാണ് പറഞ്ഞു കൊടുക്കുന്നത് മലയാളിയുടെ മനസ്സുകളിലെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് മരണം എന്ന് പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. ഞാനും നിങ്ങളും ഈ അഹങ്കരിച്ച് പൗഡറും മേക്കപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ നാളെ കാലേ കൂട്ടി കെട്ടി കിടത്താനുള്ളതാ, മൂക്കെ പഞ്ഞിയും വെച്ച് അറിയ പോലുമില്ല, പൊട്ടു കൊത്തിയോ ഭംഗിയിൽ കിടത്തിയോ. ഇതിനപ്പുറം ജീവിതത്തിലൊരു ബോധ്യമില്ല. മരണം പടിവാതിക്കൽ നിൽക്കുന്നു എന്ന ബോധ്യമാണ് ഏറ്റവും വലിയ ബോധ്യം. ഏറ്റവും വലിയ ഫിലോസഫിയും അത് തന്നെയാണ്. യു ആർ മോർട്ടൽ, നീ നശ്വരനാണ്, ഏത് സമയവും ഇല്ലാതെയാകും. അതുകൊണ്ട് ശേഷിച്ച ഇത്ര ജീവിതം നീർക്കുമിള പോലെ എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ്. ശേഷിച്ച ഇത്ര ജീവിതം അത് പുഷ്കലമായി ജീവിക്കൂ, സാർത്ഥകമായി ജീവിക്കൂ, സായുജ്യം നേടാനായിട്ട് അതിനെ വിനിയോഗിക്കൂ. ചുറ്റും മുഴുവൻ സീമകളില്ലാത്ത സന്തോഷം വ്യാപ്തമാക്കാൻ നീ ശീലിക്കൂ. പഠിപ്പിച്ചു തരുന്നത് പാഠങ്ങളാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്തൊരു ആത്മബലമാണത്, എന്തൊരു ആത്മതത്വമാണത്, എന്തൊരു ആത്മജ്ഞാനമാണത്. അപ്പോൾ എന്തായാലും രത്നാകരൻ എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും രാമൻ എന്ന വാക്കാ പറഞ്ഞു കൊടുത്തത്. അകത്ത് കയറിയല്ല, അവിടെ ഇരുന്നു. ചുറ്റും ഒരു വൽമീകമുണ്ടായി എന്ന് കഥ, ചിതൽപുറ്റുണ്ടായി. ഈ ചിതൽപുറ്റും അരുതുകളുടെയും ആകാമുകളുടെയും കഥയാണ്. എനിക്കും നിങ്ങൾക്കും ചുറ്റും ആയിരക്കണക്കിന് ചിതൽപുറ്റുകളുണ്ട്. ഭേദിച്ച് പുറത്തോട്ടിറങ്ങാൻ പറ്റാതെ അകത്ത് കിടന്ന് കുടുങ്ങി കിടക്കുന്നുണ്ട്. സ്ത്രീകളാണ് ഇതിൻ്റെ നമ്പർ 1. ഇന്ദു ടീച്ചർ ഇവിടെ വന്ന് വിപ്ലവം ഉണ്ടാക്കി സ്ത്രീകളെല്ലാം അടുക്കളയിൽ നിന്ന് ലോകത്തോട്ട് ഇറക്കി വിട്ടു എന്നൊന്നും ധരിക്കരുത്. അടുക്കളയിൽ നിന്നോ നമ്മുടെ ബെഡ്റൂമുകളിൽ നിന്നോ നമ്മുടെ വീടുകളിൽ നിന്നോ പുറത്തേക്ക് വരണ്ട. നമ്മൾ തന്നെ സൃഷ്ടിച്ചു വയ്ക്കുന്ന ചിതൽപുറ്റുകളെ ഒന്ന് പൊളിച്ചാൽ മതി. നമ്മളുടെ അകത്തുള്ള വീര്യം നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. ആണിനും പെണ്ണിനും പറ്റും. ചെയ്യുക തന്നെ വേണം. കാരണം ഈ ചിതൽപുറ്റിനകത്ത് കുടുങ്ങിയിരുന്നാൽ ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ലോകമറിയില്ല.
എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചുറ്റുമുള്ള വൽക്കലത്തിനെ ഭേദിച്ച് പുറത്തേക്ക് വരുമ്പോൾ അകത്ത് കിടക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഞാൻ ഇത് പൊളിച്ച് പുറത്തേക്ക് വരുമ്പോൾ ആരായി മാറും? വാൽമീകിയായി മാറും. പാഠം നോക്കൂ, രാമായണം തരുന്ന പാഠം നോക്കൂ. നീ അകത്താണെങ്കിൽ നീ ആരാ? വെറും ഒരു കാട്ടാളനാ. നീ പുറത്തേക്ക് വരുമ്പോൾ നീ ആരാ? ആദികവിയാണ്. ആ ആദികവിയുടെ കയ്യിലാണ് ബ്രഹ്മാവ് പറയുന്നത്, രാമൻ്റെ ഭൂതഭാവികൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, രാമൻ്റെ കഥ പറഞ്ഞു തരാം. ആ രാമൻ്റെ കഥ നിനക്ക് നിൻ്റെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയും അപ്രകാരം നീ എഴുതുകയും വേണം. രാമൻ്റെ കണ്ടംപററിയാണ് വാൽമീകി. ആലോചിക്കണം, രാമൻ്റെ കാലത്ത് തന്നെ ജീവിക്കുന്നതാണ് വാൽമീകി. രാമൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ രാമൻ്റെ കഥ മുഴുവൻ എഴുതി തീർത്തിരിക്കുന്നു വാൽമീകി. അത് പഠിപ്പിച്ചത് രാമൻ്റെ തന്നെ മക്കളുടെ അകത്താണ്. എന്തുകൊണ്ട്? കഥ എന്ന് പറയുന്നതും പുരാവൃത്തം എന്ന് പറയുന്നതും അങ്ങനെ സൂക്ഷിച്ച് അകത്ത് വെക്കേണ്ടതല്ല, അത് പാടി ലോകമെമ്പാടും എത്തിക്കേണ്ടതാണ് എന്ന ബോധ്യം കവിക്കുണ്ട്. കവിക്കൊരു സാമൂഹ്യ ധർമ്മം നിർവഹിക്കാനുണ്ട്. നാടിനെ മാറ്റിമറിക്കാൻ പറ്റണം. ധർമ്മത്തിൻ്റെതായിട്ടുള്ള കഥ, അത് രാമൻ്റെ കഥയല്ലാതെ പിന്നെ ആരാ നമുക്ക് ധർമ്മം പറഞ്ഞു തരിക? അപ്പം ധർമ്മത്തിൻ്റെ കഥ രാമൻ്റെ കഥയായി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വാരി വെതറി ഇട്ടു തരികയാണ് ചെയ്യുന്നത് വാൽമീകി. വാൽമീകം പൊളിച്ചവൻ വാൽമീകി. നീ ആദികവി ആവുന്നുണ്ടോ? നിനക്ക് ആദികവിയാവാനുള്ള കരുത്തുണ്ടോ? നിന്നിൽ എത്രത്തോളം ആദികവിത്വം ഉണ്ട്? ചോദ്യമാണ്. നമ്മളോടായി നാം ചോദിക്കണം രാമായണം വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ രാമായണത്തിലൂടെ പോകുമ്പോൾ. വൽക്കലങ്ങൾ ധാരാളം വാൽമീകങ്ങൾ ധാരാളം പൊട്ടിച്ചെറിയേണ്ടതായിട്ടുണ്ട്. ആ പൊട്ടിച്ചെറിയുമ്പോഴാണ് അകക്കരുത്ത് തിരിച്ചറിയുകയും ആ കരുത്ത് തിരിച്ചറിയുമ്പോൾ സശ്രദ്ധം കൂർമ്മതയോടുകൂടി തന്നെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക. രാമായണം അതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രാവണനിലേക്കൊന്നും കൂടെ തിരിച്ചു പോകട്ടെ. രാവണൻ എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള 64 കലകളിലും അതിനിപുണനായിട്ടുള്ള രാജാവ്, യോദ്ധാവ്, വീണ വായിക്കും. 64 കല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ബാക്കിയൊന്നും പറയണ്ട. ഡമരുവും വീണയും എന്ന് പറയുമ്പോൾ 2 ഉള്ളൂ. കവിത്വം എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ. പിന്നെയും കിടക്കുന്നു ഇഷ്ടം മാതിരി. അങ്ങനെയാണ് 64 എന്ന് തന്നെ പേര് വരുന്നത്. ഇതിനെല്ലാം മിടുക്കനാണ്. ഇത്രയും മിടുക്കനായ ആള് തോറ്റതെന്താ? രാമൻ ഇപ്പുറ സൈഡിൽ നിർത്തി നോക്കൂ. രാമൻ യോദ്ധാവാണ്, ശരി, അല്ലാതെ ബാക്കിയൊന്നും രാമൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് കൂട്ടി വെക്കാനില്ല. പക്ഷേ രാവണനെ വധിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? അതിൻ്റെ പാഠവും കൂടിയാണ് രാമായണം തരുന്നത്. നവരാത്രിയുമായും ചേർത്ത് തന്നെ രാമായണം പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഥകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ഒരു കഥയും കൂടെ ചേർന്ന് കോർത്താ കിടക്കുന്നത്. ഇതാണോ അതാണോ നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത വിധമാണ് കഥകൾ കിടക്കുന്നത്. സമുദ്രത്തിനെ തരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ ഇരുന്ന് 9 രാത്രികൾ കൃത്യമായി 10 പകലുകളും 9 രാത്രികളും വ്രതാനുഷ്ഠാനത്തോടെ നിന്നു എന്നും 10ാം നാളിൽ വിജയദശമി സാധിച്ചു എന്നും ഒരു കഥയുണ്ട്. അങ്ങനെയാണ് ദശമി വിജയം എന്നുള്ള അർത്ഥത്തിൽ ചേർത്ത് വായിക്കുക നവരാത്രി. ഇത് തന്നെയാണ് നമ്മൾ ഭാരതത്തിൻ്റെ ഏറ്റവും താഴെ രാമനുമായി ബന്ധിതമായ സ്ഥലം എവിടെ? അങ്ങോട്ട് ചാടിപ്പോകാനുള്ള സ്ഥലം രാമേശ്വരത്തിലെ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവനെ പൂജിച്ച ക്ഷേത്രമാണ്. രാമൻ ശിവനെ പൂജിച്ചതാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, ഒറ്റ നാമം ചൊല്ലിയാൽ ഈ 10,000 ചൊല്ലുന്നതിന് പകരമായിട്ട്, സഹസ്രനാമം ചൊല്ലുന്നതിന് പകരമായിട്ട് 1000 നാമങ്ങൾക്ക് പകരം ഒറ്റ നാമം മതി. രാമൻ രാമ ഇത്രന്ന് ചൊല്ലിയാൽ മതി. നാമങ്ങൾ ഇഷ്ടംമാതിരി ചൊല്ലണം. സനാതനധർമ്മ വിശ്വാസി കരുത്തോടുകൂടി അത് ചൊല്ലണം. കാരണം എന്താ? ആ ശബ്ദം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലണമെന്ന് ഞാൻ പറയില്ല. കാരണം മന്ത്രങ്ങൾ ക്ലിപ്തമായിട്ടുള്ള ഒരു രൂപത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ശുദ്ധാവൃത്തികളെല്ലാം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ചില അനുസന്ധാനം ചെയ്യേണ്ടതായിട്ടുള്ള നിയമാവലികളുണ്ട്. നാമത്തിന് അത്തരം ബാധ്യതകളൊന്നുമില്ല. രാമ 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 എപ്പോഴും ചൊല്ലാം. അത് പഠിപ്പിച്ചു തന്നത് ആരാണ്? കേവലം ഒരു വാനരനാണ്. രാമ 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 മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. രാമനോളം മിടുക്കനോ രാമനേക്കാളും ഉജ്ജ്വലനായിട്ടുള്ള ഭഗവാനോ ആയി പരിണമിക്കുമെന്ന് ഹനുമാൻ എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പാഠവും കൂടിയാണ് രാമായണം. ഭക്തന് ഭഗവാനാകെ മാറാൻ പറ്റും. അത് ഭാരതത്തിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അദ്വൈതം എന്ന് പറയുന്ന കേമമായിട്ടുള്ള ദർശനം നമ്മുടെ നാട്ടിലേ ഉള്ളൂ. അദ്വൈതം അത് അവിടെ ദൂരെ നിൽക്കുന്ന അതാണ് ദൈവം അല്ല, നീയാണ് ദൈവം. അഹം ബ്രഹ്മം. പക്ഷെ ചുമ്മാ അഹം ബ്രഹ്മം തത്വമസി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതൊക്കെ പറയാം നമുക്കൊരു അലങ്കാരത്തിന്. ഞാൻ ഭഗവാനാണ് കേട്ടോ, ഞാൻ ഭഗവാനാണ്, പക്ഷെ നീ ഭഗവാനാണെന്ന് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അപ്പം തന്നെ തോറ്റു.
ഞാൻ ഭഗവാനാണെങ്കിൽ നീയും ഭഗവാനാണ്. തൽ ത്വം അസി, അത് നീ തന്നെ. ആരന്വേഷിച്ചാണ് നീ ഇറങ്ങി പുറപ്പെടുന്നത്? അത് നീ തന്നെ. അത് തിരിച്ചറിവുണ്ടാകുന്നത് ഒരുപാട് പടികൾ കടന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വൈക്കത്തപ്പൻ്റെ സ്തുതിയിൽ പറയുന്നത്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ശിവനെ കാണണമെന്നുണ്ടെങ്കിൽ ഷഡാധാരത്തിൽ, മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാര പത്മത്തിലേക്ക് എത്തണം. 6 പടിയുണ്ട്, ഷഡാധാരങ്ങളുണ്ട്, അത് കടന്ന് ചെല്ലണം. ഉമ്മണി വിഷമാണ്. ചുമ്മാ ചമ്മണം പടിഞ്ഞ് ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കൂ, ഇച്ചിരി കണ്ണടച്ച് നിന്ന് നോക്കൂ, 10,000 ചിന്തകൾ വരും. ഒരു ചിന്തയെ കളഞ്ഞ് പിന്നെ ആ ചിന്തയുടെ പുറകെ പോയി തീർന്നു. അന്നത്തെ ധ്യാനം സ്വാഹ. പകരം എന്താ പറയുക? ഭഗവാൻ ഗീതയിൽ അത് പറയുന്നുണ്ട്, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. തോറ്റുപോയി ഭഗവാനെ, സാരില്ല, പിന്നെയും ശ്രമിക്കുക. പിന്നെയും സ്ഥിരോത്സാഹത്തോടു കൂടി തന്നെയാണ് നിനക്ക് നേടിയെടുക്കാൻ പറ്റുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ശ്വാസനിയന്ത്രണം വരും. അത് തന്നെയാണ് പ്രാണായാമം. അന്നത്തിൽ നിന്ന് തുടങ്ങി പ്രാണനെ യമനിയമങ്ങളിൽപ്പെടുത്തി പിന്നെയാണ് ഏറ്റവും അവസാനം എന്ന് പറയുന്ന ആനന്ദലോകത്തേക്ക് പോകുന്നത്. ഓരോ മയകോശങ്ങളിലേക്കും പകർന്നാടുന്നത്. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പൂർവ്വസൂരികൾ പറയുന്നത്. അന്നം ശുദ്ധമാവണം. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കരുത് എന്ന് പറയുന്നത്. 41 ദിവസം മണ്ഡലകാലം ആചരിക്കണം. 41 ദിവസം നിന്നെ രൂപപ്പെടുത്താൻ അത് മതി, ഒരു മണ്ഡലകാലം മതി. അപ്പൊ കൃത്യമായ വ്രതാചരണത്തോടുകൂടി മുന്നോട്ട് നീ ഗമിച്ചാൽ നീ എവിടെ ചെന്നെത്തും? നീ ഇന്ന സ്ഥലത്ത് ചെന്നെത്തും. ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പൂർവ്വസൂരികൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അന്നമയ കോശം ആദ്യത്തതാണ്, പിന്നെ അടുത്തതാണ് മനോമയം. ഇപ്പൊ പ്രശ്നം അവിടെയാണ്. മനസ്സിന് പ്രശ്നമുള്ളതാണ് ഇന്ന് എല്ലായിടത്തും. ആരും തമ്മിൽ പറയില്ല. എനിക്ക് കോട്ടയത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് എൻ്റെ ചങ്ങായിയാണ്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അമ്പരപ്പോടൊക്കെ പറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും മുമ്പാണ്. 25% മനോരോഗികളുണ്ട് കേട്ടോ കേരളത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, 25%? ഞാൻ കേട്ടു. അടുത്ത സെൻറ്റൻസ് ആയിരുന്നു എന്നെ ഒന്നുകൂടി ഞെട്ടിപ്പിച്ചത്. 75% അതറിയാതെ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ നടക്കുകയാണെന്ന്. ആ വാചകമാണ് എന്നെ അമ്പരപ്പിച്ചത്. നോക്കൂ, 100% പേരും ഞാനും നിങ്ങളുമെല്ലാം എല്ലാവിധത്തിലുള്ള മനഃശാഞ്ചല്യത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. മനോമയ കോശം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാപ്തിയിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് എത്തിയില്ല? അന്നം ശുദ്ധാക്കണം. പടി അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അന്നം ശുദ്ധമാക്കൂ. ഈ മന്തി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കാടിച്ച് വാരിപ്പാരിച്ചൊക്കെ കളഞ്ഞു വെച്ച് പിന്നെ പിള്ളേർ നോക്കുമ്പോൾ സോഫയിൽ കിടന്നുറങ്ങുന്ന അച്ഛനല്ല, ഏതോ ഹിംസ്രമൃഗമാണ്. അപ്പോഴാണ് ബാഗ് തുറന്ന് നഞ്ചക്കെടുത്ത് ഒറ്റ അടി അടിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നേ? ഇവർ കഴിച്ചു കൂട്ടുന്ന സാധനങ്ങൾ, അതിൻ്റെ പേരുകളും വിദ്യകളും തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അന്നം ശുദ്ധമാക്കണം. അന്നം ശുദ്ധമായി കഴിയുമ്പോൾ സ്വാഭാവികമായും ശ്രമവും കൂടെ നടത്തി സച്ചിന്തകൾ വരുമ്പോൾ മനോമയ കോശം ശരിയാകും. മനോമയ കോശവും നമ്മളൊരു ബാലൻസിലാക്കി കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നതാണ് പ്രാണമയ കോശം. പ്രാണം, ബ്രത്ത്. നിസ്സാരം അല്ല, ചെയ്തു തുടങ്ങുമ്പോൾ അറിയാം. ഒരു ചിന്തയ്ക്ക് 20,000 ഒരു ശ്വാസത്തിന് 20,000 ചിന്തകൾ ഫ്രീ എന്ന് വലിച്ചു. ഒരു ചിന്തയും വരല്ലേ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ദൈവമേ, ചിന്തകളുടെ മലവെള്ളപ്പാച്ചിലാ വരും. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ്, അങ്ങനെയാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ സ്വാധ്യായനം കൊണ്ട് സാധിക്കും, ആചരണം കൊണ്ട് സാധിക്കും, ചിട്ട കൊണ്ട് സാധിക്കും, അടക്കം കൊണ്ട് സാധിക്കും. അവിടെ ഇരുന്നിട്ടാണ് പ്രാണമയ കോശത്തിനെയും ദീപ്തമാക്കേണ്ടത്. അപ്പം സ്വാഭാവികമായും അറിവ് വരാൻ തുടങ്ങും. അതാണ് വിജ്ഞാനമയ കോശം. ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനയോഗിയാണ്. പിന്നെ അവന് കഴിഞ്ഞു, അടുത്ത ലെവലായി. അപ്പോൾ പിന്നെ അവൻ അനുസരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അനുധാവനം ചെയ്യുന്നത് എന്താണ്? ആനന്ദമയം. ആനന്ദം. നമുക്കെന്താ വേണ്ടത്? നമ്മൾ ചില കോഴ്സൊക്കെ 100 രൂപ കൊടുത്താൽ ഒരു ആനന്ദം. എങ്ങനാ? രാവിലെ പോയി നിൽക്കുക, ഹ ഹ ഹ ഹ എന്ന് പറയുക, ഉടനെ ഫീം പേ ചെയ്തു, 4 തവണ ചിരിച്ചു, തിരിച്ചു പോന്നു. അന്നേരത്തേക്ക് ശരിയാവും, തെറ്റില്ല. ഉറക്കെ ചിരിച്ചാൽ മതി, ഒന്നും വേണ്ട. അത് നമുക്ക് ശീലിക്കാൻ പറ്റുന്നതാണ് ഈ ചിരി എന്ന് പറയുന്ന കാര്യം. പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിച്ചേ, ചുമ്മാ. ആദ്യത്തെ ദിവസമൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും, പിന്നെ ചിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം വരും. ചിരി ഉണ്ടാവുന്നേ. കുടുംബക്കാരുടെ ഇടയിൽ വേണം ആദ്യം ചിരിക്കാൻ. അതാണ് നമുക്കൊട്ടും പറ്റാത്തത്. അച്ഛനും അമ്മയും മക്കളെ നോക്കി ചിരിക്കണം, മക്കൾ അച്ഛനമ്മമാരെ നോക്കി ചിരിക്കണം. മുതിർന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിക്കണം. ഒരു വഹ ആക്കി ചിരിയെല്ലാം മറിച്ച് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വമുള്ള ചിരിയാണ്.
എപ്പോഴൊക്കെ കണ്ണടച്ച് നിങ്ങളെപ്പറ്റി ഒന്ന് സ്മരിച്ചാലും ചിരിക്കുന്ന നിങ്ങളുടെ മുഖം കാണാൻ സാധിക്കട്ടെ. കുട്ടികളോടൊക്കെ അത് ചോദിക്കരുത്. കണ്ണടച്ചിട്ട് അമ്മയെപ്പറ്റി ഒന്ന് പിള്ളേർക്ക് കണ്ണടയ്ക്കാൻ തന്നെ പേടിയാണ്. കാരണം അമ്മ നിൽക്കുന്ന ആ നിപ്പാണ്. അങ്ങനെയൊക്കെ നിന്നോളൂ, നിൽക്കേണ്ടി വരും നമ്മൾ ജീവിതത്തിലാണ്. വല്ലപ്പോഴും ഒക്കെ ചിരിക്കൂ, അച്ഛനും അമ്മയും ചിരിക്കൂ. പരസ്പരം ഇപ്പം ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിപ്പുണ്ട്. പരസ്പരം കണ്ടുമുട്ടുന്ന ഇച്ചിരി വേളകളാണ്, കുറച്ച് നിമിഷങ്ങളാണ്. പരസ്പരം കാണുമ്പോൾ ചിരിക്കൂ, സന്തോഷത്തോടെ ചിരിക്കൂ. അത്ര നേരത്തേക്കെങ്കിലും നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ മാറ്റിവെക്കൂ. എൻ്റെ ദുഃഖത്തിൻ്റെ ഭാണ്ഡം നിങ്ങളോട് പറയാൻ ഞാൻ എന്തിനാ ഒരുങ്ങുന്നേ? നിങ്ങളുടെ ദുഃഖം കേൾക്കാൻ ഞാനും എന്തിനാ നിൽക്കുന്നത്? പരസ്പരം നമുക്ക് സന്തോഷമായി പിരിയാം. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഒന്നും പറയണ്ട. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരിക്കുന്നു. മഴയുണ്ടോ? സാരമില്ല, മഴ പെയ്യട്ടെ. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാൻ നമ്മളെ രൂപപ്പെടുത്തി വരുമ്പോൾ പിന്നെ നമ്മളാണ് ആനന്ദം. അദ്വൈതം അങ്ങനെയാണ്. നമ്മൾ ബ്രഹ്മ ആവുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന സങ്കല്പത്തിലൂടെ അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. ഈ സങ്കല്പത്തിനെ യഥാർത്ഥമാക്കാൻ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരണ കെട്ടുകയാണ്. അവിടെ ഒരു അണ കെട്ടുകയല്ല ചെയ്തത് രാമൻ. പകരം എന്താ ചെയ്തത്? പാലം പണിയാണ് ചെയ്തത്. അണ കെട്ടുക, പാലം പണിയുക, രണ്ടും രണ്ടാ. എന്താ അത്? അണ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തലാണ്. പാലാണെങ്കിലോ അക്കരെ ഇക്കരയാ. നോക്കൂ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി അവിടേക്ക് പോയതും ചുമ്മാ അതെ ഇത്രയും കരുത്തുള്ള ആളാണ്, ഒറ്റ അമ്പ ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. കഥയിൽ അങ്ങനെ ഒരു ഭാഗവും ഉണ്ട്. പക്ഷെ ആദ്യം അതല്ല ചെയ്തത്. ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക ചെയ്തത്. വിനയാന്വിതനാകണം. മരങ്ങൾ താഴുന്നു ഫലാഗമത്താൽ. നല്ലോണം കായ്ച്ചു കിടക്കുന്ന മാവുകളെ നോക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷങ്ങളെ നോക്കൂ, താഴ്ന്നു കുമ്പിട്ട് കിടക്കും. ഒന്നും കായ്ക്കാത്തവനോ ഗർവോടുകൂടി ഇങ്ങനെ നിൽക്കും. ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എന്നോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ്. എന്നോട് മാത്രമല്ല, ഞങ്ങൾ ശിഷ്യരോടൊക്കെ പറഞ്ഞതാണ്. ഏതെങ്കിലും മരം കായ്ക്കുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ചെടി പൂക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിക്കോ. കുറേ നാളായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വെട്ടിക്കളയും കേട്ടോ എന്നൊന്ന് പറഞ്ഞേക്കാൻ. സ്വകാര്യമായി. ഞാൻ വിചാരിച്ചു എന്താ അത്. എൻ്റെ ഗുരുനാഥൻ ദയാൽ സാർ, അദ്ദേഹം പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഞാനോർത്ത് സാറിന് പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ നട്ടു. കോളേജിൽ ഞങ്ങളുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സ്ഥാപിച്ചിട്ട് 10 വർഷമായി എന്നുള്ളതിൻ്റെ സ്മരണയ്ക്ക് ഞാൻ കൊണ്ട് നട്ട ഒരു ചെടി. അത് പൂക്കുന്നേ ഇല്ല. എത്ര ദിവസമായി ഞാൻ നോക്കി നടക്കുന്നു. 24-നാണ് നട്ടത്. ഇപ്പോൾ പൂക്കേണ്ട സമയമായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു ചെടി, അതേ ചെടി തന്നെ നട്ടു. അത് നല്ലോണം പൂക്കും. ഇത് പൂക്കുന്നില്ല. അപ്പം ഞാൻ സാറ് പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ കുറച്ചിട്ട് ചുമ്മാ പോയി നമ്മൾ പിച്ചമ്പയും പറയുന്നത് കുട്ടികൾ കാണരുത്, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരു അരപ്പിൽ ലൂസാണ് ഈ സ്ത്രീക്ക് എന്നൊരു സംശയമുണ്ട്. അപ്പം പതുക്കെ ഞാൻ പോയി പറഞ്ഞു, അതെ ഞാൻ വെട്ടൂട്ടോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷപൂർവ്വം ഭഗവാന്റെ നടക്കിൽ നിന്ന് നുണ പറയുകയല്ല. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അത് സമർത്ഥമായി പൂത്തു. ഇത് പൂത്തത് കണ്ടപ്പോഴേക്കും ഞാൻ പിന്നെ അത് ശരിക്കും പ്രാന്തായിപ്പോയി. കാരണം എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഇതുകൊണ്ടാവില്ല, അതല്ലാതെ ആയിരിക്കും പൂത്തത്. പക്ഷേ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് നട്ടൊന്നുമില്ലാത്തതല്ലേ. ഒരിക്കലും പൂക്കാത്തൊരു ചെടി ഉണ്ട് എങ്കിൽ നമ്മൾ പോയി ഇന്നുകൊണ്ടൊന്ന് നട്ടു വെച്ചിട്ട് നാളെ പൂക്കണം എന്ന് പറയരുത് കേട്ടോ. ഒരിക്കലും പൂക്കാത്ത ഒന്നുണ്ട് എങ്കിൽ, ഒരിക്കലും കായ്ക്കാത്ത ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി പറയൂ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക പ്രകൃതിയുടെ പലതും നമ്മുടെ ഭാഷ അറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്കൽവൽത്ത എന്ന് പറയുന്ന റെനി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് ചിപ്കോ മൂവ്മെൻറ്റിലേക്ക് നയിച്ച മരത്തിനെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന ചടങ്ങുള്ളത്. ഇപ്പോഴും രാജസ്ഥാനിൽ ഒരു ഗ്രാമപ്രദേശത്ത് പെൺകുട്ടി ജനിച്ചാൽ അവിടെ മരം നടും. നമ്മൾ കേൾക്കുന്നത് ഭാരതത്തിൽ മുഴുവൻ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെ ചുട്ടു കൊല്ലും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ആ കഥകൾക്ക് നല്ല വ്യാപ്തിയുണ്ട്. ഇക്കഥയ്ക്ക് വ്യാപ്തിയില്ല. അതിന് വ്യാപ്തി കൊടുക്കേണ്ട ആൾ ഞാനാണ്. അതുകൊണ്ട് ഞാനത് പറയുകയാണ്. അതുമുണ്ട്, അതും കൂടി ചേരുന്നതാണ് ഭാരതം. അപ്പോൾ നോക്കൂ, പെണ്ണിനെ മണ്ണായി കാണുന്ന, പ്രകൃതിയെ മാതാവായി കാണുന്ന, പ്രപഞ്ചത്തിനെ മാതാവായി കാണുന്ന, രാഷ്ട്രത്തെ മാതാവായി കാണുന്ന, അന്നം തരുന്ന ഗോവിനെ മാതാവായി കാണുന്ന, ഇങ്ങനെ കാണുന്നതിനെയൊക്കെ അമ്മേ എന്ന് വിളിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സംസ്കൃതിയുടെ ബാക്കിയാണ് സീതാദേവി തൻ്റെ അമ്മയുടെ മടിത്തട്ടിലേക്ക് തന്നെ പോയി എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ദീപ്തമായിട്ടുള്ള സത്യം. പഞ്ചഭൂതങ്ങളിലെ ഭൂമിക്കടിയിലേക്ക് അതിനെ പൂർത്തീകരിക്കാൻ എന്നോണമാണ് തൽപാതിയായി നിൽക്കുന്ന ഭഗവാൻ സരയൂവിലേക്കും മുങ്ങിയത്. രണ്ടുപേരുടെയും ആത്മഹത്യ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അന്തർധാനം എന്നൊക്കെ സുന്ദരമായ പദങ്ങൾ നമുക്ക് കൊടുക്കാമെങ്കിലും സമാധി എന്ന് വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം അതിനെ.
പഞ്ചഭൂതത്തിൽ ലയിക്കുക എന്ന് പറയുന്നതാണ് പരമമായിട്ടുള്ള മോക്ഷം എന്നുള്ളത് ഭാരതീയ സംഹിതയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഭാരതീയർ പറയുന്നുണ്ട്. രാമായണം അത് നമുക്ക് തെളിവായി തന്നെ കാട്ടിത്തരികയും ചെയ്യുന്നു. ഇവിടെ മലയുണ്ട്, മരങ്ങളുണ്ട്. മരങ്ങൾ അറിയാമായിരിക്കുമല്ലോ, 7 മരത്തിനെ ഒറ്റ ശരം കൊണ്ട്, അങ്ങനെ മരങ്ങളുടെ ധാരാളം കഥകളുണ്ട്. മലകളുണ്ട്, ഋഷ്യമൂകാചലം തൊട്ട് ഞാൻ ഈ പറഞ്ഞ കുറേ മലകളുടെ കഥയുണ്ട്. സമുദ്രമുണ്ട്. സമുദ്രത്തിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അവിടെ തന്നെ ചേർത്ത് വെക്കേണ്ടതൊന്നുണ്ട്. രാവണൻ എന്തുകൊണ്ട് തോറ്റു എന്ന കഥ. രാവണൻ്റെ കയ്യിൽ ഒന്നില്ലായിരുന്നു, രാമൻ്റെ കയ്യിലുള്ളത് എന്താ? അത് ധർമ്മം. ധർമ്മം ആലോചിക്കുക, എത്ര മിടുക്കനായാലും നീ മിടുക്കനാവില്ല നിന്റെ കയ്യിൽ ധർമ്മം ഇല്ലെങ്കിൽ. നമ്മുടെ ചുറ്റും ആസുര ശക്തികളുള്ള മനുഷ്യർ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ എന്തൊരു വളർച്ചയാണ് ഇവർക്ക് വരുന്നത്, ദൈവമേ ഇത്രയും നീചമായിട്ടുള്ള സ്വഭാവമാണല്ലോ ഇവർക്കെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അപ്പം മനസ്സിൽ രാവണനെ ഒന്ന് വെച്ച് നോക്കൂ. ദീപ്തായിരുന്നു. അയ്യോ, ലങ്കാനഗരി പോലെ മറ്റൊരു ഇടമുണ്ടായിരുന്നു, മയനെ കൊണ്ട് നിർബന്ധപൂർവ്വം പണിയിച്ചെടുത്ത ലങ്കാനഗരി. ലങ്കാനഗരി എന്തായി മാറി? ചുട്ട് ചാമ്പലായിപ്പോയി, വെറും ഒരു വാനരൻ്റെ കയ്യാൽ. അല്ലെങ്കിൽ ഹനുമൽ സ്വാമി കൃത്യമായി തൻ്റെ വാലൊന്ന് ചുറ്റിയതേ ഉള്ളൂ, അപ്പോഴേക്കും ലങ്കാശ്രീ പോയി. ലങ്കാശ്രീ എപ്പോഴാണ് പോയത്? അധർമ്മം അവിടെ കളിയാടിയപ്പോഴാണ് ലങ്ക പോയത്, ഇല്ലാതെയായത്. ആലോചിച്ച് നോക്കൂ, എങ്ങനെ ബിംബങ്ങൾ കോർത്താ വെക്കുന്നത്. അതിനകത്ത് പരമമായിട്ടുള്ള സത്യം പറയുന്നു. എവിടെ അധപ്പതനമുണ്ടാകുന്നോ, എവിടെ അരാജകത്വം ഉണ്ടാകുന്നോ, എവിടെയാണോ അധർമ്മം കളിയാടുന്നത്, ആ രാജ്യം, ആ നാട് ഇല്ലാതെയാകും. പറഞ്ഞു വയ്ക്കുവാണ്, ധർമ്മോ രക്ഷതി രക്ഷിത. ഇവിടെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ള ധർമ്മം ഉണ്ടാവണം. രാവണൻ എന്തുകൊണ്ട് ഇല്ലാതെയായി? അതുകൊണ്ട് രാവണൻ നീ ആവരുത്. ദസറ എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന സെലിബ്രേഷൻസ് എല്ലാം, ആഘോഷ പരിപാടികളെല്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. 10 തലയുള്ള രാവണൻ, 20 കൈകളുള്ള രാവണനെ നേരത്തെ അങ്ങടെ വെക്കും, കോലങ്ങൾ വെക്കും. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ അമ്പെയ്ത് കൊടുക്കും. അമ്പെയ്യുമ്പോൾ സങ്കല്പം എന്താണ്? തിന്മയുടെ മേൽ നന്മ നടത്തുന്ന ഇടപെടൽ. എല്ലാത്തിനും നമുക്ക് അഗ്നിമീളേ പുരോഹിതം, അതാണ് ആദ്യത്തെ പദ്യം. ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത്, കാരണം അഗ്നിയാണ് നമുക്ക്. പഞ്ചഭൂതങ്ങളിൽ അഗ്നി അങ്ങനെ തന്നെ ജ്വലിച്ച് നിൽക്കുന്നു. ആകാശത്ത് നിൽക്കുന്ന ആ സാക്ഷാൽ സവിതാവ് എന്ന് പറയുന്നതും അഗ്നി തന്നെയാണ്. അപ്പോൾ അഗ്നിമീളേ പുരോഹിതം എന്ന് നമ്മളെ പഠിപ്പിച്ചതും അഗ്നിസാക്ഷിയായി നിർത്തുന്നതും നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ 16 തരം നമ്മുടെ ഓരോന്നും ഒരു മനുഷ്യൻ എങ്ങനെ വളർന്നു വലുതായി അന്ത്യേഷ്ടി വരെ അവൻ നീണ്ടു പോകുന്നോ അതുവരെ എല്ലാത്തിനും തെളിവ് എന്ന് പറയുന്നത് നിറവിളക്കാണ്. ആണോ അല്ലയോ? അതുകൊണ്ടാണ് കുടുംബങ്ങളിൽ പിറന്നാളുകൾക്ക് വിളക്ക് കെടുത്തരുതേ എന്ന് പറയുന്നത്. കുട്ടിക്ക് കേക്ക് മുറിക്കൂ, തെറ്റൊന്നുമില്ല, മുറിക്കൂ, കഴിക്കൂ, അതൊന്നും തെറ്റില്ല. പക്ഷെ അവിടെ എന്ത് വേണം? ഊതിക്കെടുത്തരുതേ, പകരം വിളക്ക് ജ്വലിപ്പിച്ചു വെക്കണം. ഭാരതം എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് അഗ്നി എന്ന് പറയുന്നത് അറിവാണ്, തെളിവാണ്, ഉണ്മയാണ്, നന്മയാണ്, നേട്ടമാണ്. നമുക്ക് അഗ്നിയില്ലാത്ത അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്, അന്ധകാരമാണ്, മരണമാണ്, ദുഃഖമാണ്, മാലിന്യമാണ്. ഇതാണ് നമുക്ക് ഇരുട്ട്. ഈ സങ്കല്പം മനസ്സിൽ വേണം. തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ അർത്ഥത്തിലാണ്. ഭഗവാനെ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അസതോമാ സദ്ഗമയ, അസത്യം പറയാനും ചെയ്യാനും ചിന്തിക്കാനും എന്നെ അനുവദിക്കാതിരിക്കൂ, സത്യത്തിലേക്ക് എന്നെ നയിക്കൂ. ഇങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചാൽ എനിക്ക് പിന്നെ വരുന്ന മെച്ചം എന്നത് മൃത്യോർമാ അമൃതം ഗമയ. അമരത്വം എനിക്ക് നേടണമെന്നുണ്ടെങ്കിൽ, അമൃതം എനിക്ക് ഭുജിക്കണമെന്നുണ്ടെങ്കിൽ, മൃത്യുവിനെ ജയിക്കാൻ എനിക്ക് സാധിക്കണം. എങ്കിൽ സത്യം എൻ്റെ കൈവശമുണ്ടാകണം. സത്യം വദ കർമ്മം ചര എന്ന് പറയും, ധർമ്മം ചര എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. എന്നെ മുന്നോട്ട് നയിക്കാൻ, അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അധർമ്മികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും നിൽക്കുകയും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയും അകത്ത് വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ആളുകളുണ്ട്. അയൽപ്പക്കക്കാർ മാത്രമല്ല, ബന്ധുജനങ്ങളുണ്ട്. അധർമ്മികളാണ്. നമ്മൾ പെട്ടെന്നാണ് തിരിച്ചറിയുന്നത്, ദൈവമേ ഇവരിങ്ങനെ ആയിരുന്നോ എന്ന് ഞെട്ടലോടുകൂടിയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ നോക്കണം, രാവണ നീ വിജയിക്കുകയല്ല, കാരണം നിന്റെ പക്ഷം അധർമ്മമാണ്. ഇനി നീ വിജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതൊക്കെ നിന്റെ വിഷയം, അതെൻ്റെ വിഷയമല്ല. നീ ആവില്ല, നിൻ്റേതായിട്ടുള്ള പാത ഞാൻ സ്വീകരിക്കില്ല. അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ചങ്കൂറ്റം, അതിൻ്റെ ശക്തി, അതിൻ്റെ കരുത്ത്, അതിൻ്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ്. ഞാൻ ആരാകണമെന്ന് തീരുമാനിക്കും. ഞാൻ രാമപക്ഷത്താണ്, രാവണൻ്റെ പക്ഷത്തല്ല എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ രാമായണം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുവെങ്കിൽ
പ്രപഞ്ചശക്തികളെ മുഴുവൻ, പ്രകൃതിയെ മുഴുവൻ ചേർത്തു വയ്ക്കുന്നു രാമായണം എന്നുണ്ടെങ്കിൽ അതിനകത്തെ കഥാപാത്രങ്ങൾ ആണും പെണ്ണും തുല്യ ശക്തിയോടെ നിൽക്കുന്നു. പഞ്ചരത്നങ്ങളിലെ 4 പേരും രാമായണത്തിലാണ്. പഞ്ചരത്നങ്ങളിലെ 4 പേരും ആലോചിക്കൂ. പേരെടുത്ത് പറയാനും അതിനെപ്പറ്റി വിവക്ഷിക്കാനും സമയമില്ല, എങ്കിലും ഓർക്കൂ, ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തുന്നു രാമായണമെങ്കിൽ രാമായണം ഒരു ധർമ്മഗ്രന്ഥമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എപ്പോൾ സങ്കടം വരുന്നോ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന എന്താ? എൻ്റെ മകൾ വലിയ ഭയങ്കരമായിട്ടുള്ള ഈശ്വരവിശ്വാസിയൊന്നുമില്ല, അമ്പലത്തിലൊക്കെ പോകും, അത്രേ ഉള്ളൂ. എൻ്റെ ഈ ഉന്മാദമായിട്ടുള്ള ഭക്തി കാണുമ്പോഴേക്കും അവൾ ഒന്നുകൂടി നിരീശ്വരവാദിയായി മാറുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവൾ ഷൂട്ടറാണ്, ഫൈറ്റിംഗ് വെടിവെക്കുന്ന അതിൻ്റെ മത്സരത്തിന് വേണ്ടി പോവാണ്. അതിൻ്റെ മത്സരത്തിനേക്ക് നിൽക്കുമ്പോഴേക്കും രാത്രിയായപ്പോൾ എനിക്കൊരു കോൾ, അമ്മ രാമായണം ഒന്ന് പകത്തെ നോക്കിക്കോ, നാളെ മത്സരമാണ്. അപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം എന്താ, ഇത് വായിച്ച് മനസ്സിലാക്കി ഞാൻ മുമ്പോട്ട് പോകുമ്പോഴേക്കും എന്നെ പരിഹസിക്കുന്ന, എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ചുണ്ടിൻ്റെ ഇങ്ങേ അറ്റത്തൊരു പരിഹാസം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ ആളാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒന്ന് പകത്ത് വായിച്ചേ എന്ന് പറയുന്നത്. ഇങ്ങനെ പകുത്തു വായിക്കേണ്ടതുണ്ട് രാമായണമെന്ന് നമ്മുടെ ഓരോ കുഞ്ഞിൻ്റെ മനസ്സിൽ വിത്തുപാകാൻ കഴിയട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും. കാരണം അങ്ങനെ രാമായണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്ന് പകുത്ത് വെച്ചിട്ട് വായിക്കുമ്പോൾ രാമൻ്റെ കഥ നിൻ്റെ കഥയായി മാറുന്നു. കഴിഞ്ഞ ദിവസം വരെയും ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവർക്ക് വരാൻ പറ്റണുണ്ടായില്ല, ആണോ അല്ലയോ? ഞാനിവിടെ തിരുവല്ലായിൽ വെള്ളം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംഭവിക്കപ്പോഴൊക്കെ ഞാനിതിൻ്റെ സംഘാടക സമിതിയെ വിളിച്ചു ചോദിച്ചു വരണോ വേണ്ടയോ, തീരുമാനം എടുക്കണമല്ലോ എന്ന് മട്ടിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും വെള്ളം ഇറങ്ങായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്ന് രാവിലെയും കൂടി വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ ഞാൻ അതിന് തിരിച്ച് മറുപടി പറഞ്ഞത് ഇതാണ്, ഭഗവാൻ എന്നെ വിളിച്ചാൽ ഞാൻ വരും. ഇനി ഭഗവാൻ പറയണു വേണ്ട, എനിക്കൊന്നും ചെയ്യാനില്ല, അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം അതുവരെ എനിക്കിങ്ങനെ വേണോ ഇങ്ങനെ ആയിരുന്നു. എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ തീരുമാനം എടുക്കാൻ പറ്റുന്നുമില്ല. കാരണം എൻ്റെ കയ്യിലല്ല, ഇതൊന്നും നിയന്ത്രണത്തിലല്ല. അപ്പോൾ ഒറ്റ കാര്യം അങ്ങ് ചെയ്തു, അങ്ങ് സമർപ്പിച്ചു. എന്താ അത്? വിളിച്ചാൽ ഞാൻ വരൂ കേട്ടോ, ഞാൻ റെഡിയാ. ഇനി വേണ്ടാന്ന് പറയുകയാണോ, വേണ്ട, അടുത്ത തവണ ആട്ടെ. അങ്ങനെ വെച്ചപ്പം വിളി വരുന്നു, ഞാനിവിടെ എത്തിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്ന് പകത്ത് വയ്ക്കൂ, എന്നിട്ട് ഇത്രയും അക്ഷരം തള്ളി 8 വരിയും 8 അക്ഷരവും തള്ളി ഒന്ന് വായിച്ചു നോക്കൂ. വായിക്കുമ്പോൾ നിനക്കുത്തരം കിട്ടും. എല്ലാ ദിവസവും അങ്ങനെ നോക്കൂ. അപ്പോൾ എങ്ങനെ വേണം? സപര്യ ഉണ്ടാവണം, നമ്മൾ ഉപാസന ഉണ്ടാവണം, നമ്മളത് സമർപ്പിച്ചിട്ട് ഭഗവാനെ ഒരു വഴികാട്ടി തരൂ എന്നിങ്ങനൊന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് വിഷമിക്കേണ്ട കേട്ടോ. കാരണം എന്താ, അത് ഹനുമാനും പറഞ്ഞു തരുന്നുണ്ടത്. സുരസ വാപിളർന്ന് നിൽക്കുന്ന സുരസ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു പാഠമുണ്ട് ഹനുമാനിലൂടെ. എന്താ അത്? അകത്ത് പോകാൻ ചില ഭീകര ശക്തികൾ നമ്മളെ വാവിഴുങ്ങാനായിട്ടിങ്ങ് വരും. അപ്പം എന്ത് വേണം? അവരുടെ മുമ്പേ കുഞ്ഞതാക്കി കൊടുക്കണം. അവർ നമ്മുടെ അടുത്ത് പറയും, നമ്മളെ കുഞ്ഞതാക്കാൻ ശ്രമിക്കും. അപ്പം ആണോ, ശരിയാ, ഞാൻ ഇത്രതാ, ഞാൻ കൊള്ളൂല്ല കേട്ടോ, ആട്ടെ, കുഞ്ഞതാക്കി കൊടുക്കുന്നേ. നമുക്ക് നഷ്ടമല്ല, നമുക്ക് ഈ വിപത്തിൻ്റെ അകത്ത് പോയിട്ട് തിരിച്ചിങ്ങ് പോരാൻ പറ്റണം. വേണ്ടേ? ഹനുമാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഞെളിച്ചു, ഞാൻ ഹനുമാനാണെന്ന് പറഞ്ഞ് വലിയ രൂപം വെച്ചാൽ സുരസ അപ്പം തിന്നേനെ. ഹനുമാൻ പഠിപ്പിച്ചു തരുന്ന പാഠമുണ്ട്, ആഗാമുകളുടെയും അരുതുകളുടെയും പാഠം. എന്താ അത്? എത്രയും ചുരുങ്ങാനും നിനക്ക് കെൽപ്പുണ്ടാവണം, എത്രയും വലുതാകാനും നിനക്ക് കെൽപ്പുണ്ടാവണം. വലുതായി ആയപ്പോഴാണ് സുരസ വാ തുറന്ന് വെച്ചത്. ഭീമമായിട്ടുള്ള അപകടമാണ്. അതിനകത്തോട്ടാണ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി തിരിച്ചു വരാൻ പറ്റുന്ന ഇലാസ്തികത, ഇലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. മറിഞ്ഞ് മാറാനുള്ള സിദ്ധി ഉണ്ടാവണം നമുക്ക്. വ്യക്തിത്വം പണയം വയ്ക്കാനല്ല, മറിച്ച് സാഹചര്യത്തിനകത്ത് തന്നെ പൊരുത്തപ്പെടാൻ തോക്കൂല കേട്ടോ. ആ ക്ഷാത്രവീര്യം ഉണ്ടാകണം. ഓരോ സനാതന ധർമ്മവിശ്വാസിക്കും അത്തരം ക്ഷാത്രവീര്യം പകർന്നു തരാൻ രാമൻ്റെ ദുസ്സഹമായിട്ടുള്ള ഏറ്റവും ദുഃഖഭരിതമായിട്ടുള്ള ജീവിതത്തിലും ഒരു കണിക പോലും 1000 വട്ടം കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ധർമ്മത്തിൽ നിന്ന് അണുകിട മാറാതെ നമുക്ക് മുമ്പിൽ ദീപ്തമായിട്ടുള്ള ബിംബമായി നിന്ന് ശ്രീരാമചന്ദ്രദേവൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ആ പാഠത്തിൽ നിന്ന് സ്വായത്തമാക്കുന്ന പാഠങ്ങൾ എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ പ്രശോഭിതമായ ജീവിതത്തിലേക്ക് വ്യാപരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ. ഈ രാമായണത്തിൽ നമുക്ക് ഒന്ന് ചേർന്നുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ പുനഃ പാഠങ്ങൾ രചിക്കാൻ ശ്രമിക്കാം. അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. കണ്ടതിലും ഇത്രയും നേരം നിങ്ങൾ ശ്രവിച്ചതിലുമുള്ള എൻ്റെ സ്നേഹവും ആദരവും സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.